കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഈ പ്രാർത്ഥനകളുടെ ഈ പകലിൽ കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും അവൻ്റെ ശുശ്രൂഷയുമായി സാക്ഷ്യവുമായി നിൽപ്പാൻ എൻ്റെയും ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൽ അനുഗ്രഹപ്രിയ ദേവദാസൻ, തൻ്റെ കുടുംബം, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ശേഷം നാം തുടർന്ന് ദൈവ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മൾ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, അപ്പത്തിനായിട്ടുള്ള സ്തോത്രം, ഹല്ലേലൂയ, വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, മറിച്ച് ദൈവവചനം കേൾക്കുവാനുള്ള ദാഹം. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന, നമുക്ക് നേരായ വഴി കാണിച്ചു തരുന്ന, നമ്മെ ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവവചനം ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്തോത്രം, നന്ദിയും വന്ദനവും അറിയിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഇന്ന് പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത് ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ ഇവിടെ ഈ പ്രഭാതത്തിൽ മീറ്റിങ്ങിന് വരുമ്പോൾ ദൈവം എന്നെ കാണിച്ചൊരു വെളിപ്പാടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കുറേ നാളുകളായി ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു പഴയ മോഡൽ കാറ്, ദൈവത്തിന് സ്തോത്രം, പഴയ മോഡൽ കാറ് തുരുമ്പിച്ച് പല പാർട്സുകളും ഇളകി ഉപയോഗശൂന്യമായി, ഇനി അത് പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ഒതുക്കി ചപ്പിൻ്റെ ഇടയിൽ ഈ ചെടികളെല്ലാം വളർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ദൈവം എന്നെ കാണിച്ചു, ആ ചപ്പെല്ലാം എടുത്തു മാറ്റി ആ പൊളിഞ്ഞു കിടക്കുന്ന, റിപ്പയറായി കിടക്കുന്ന, പാർട്സുകൾ ഇളകി കിടക്കുന്ന ആ വാഹനത്തെ ഒന്നുകൂടെ റിപ്പയർ ചെയ്ത് ഒരു പുതിയ വാഹനമാക്കി മാറ്റി അതിനെ നല്ലൊരു റോഡിലൂടെ ഇങ്ങനെ സുഗമമായി ഓടിക്കുന്നത് പോലെ കർത്താവ് ഈ കൂട്ടായ്മയെ, ഇതിനകത്ത് ആരാധിക്കുന്ന ജനത്തെ ഒരു വ്യത്യസ്തമായ നിലവാരത്തിൽ കർത്താവ് വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോടിങ്ങനെ പറയുവാൻ ദൈവാത്മാവ് ഒരു കാഴ്ച കാണിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ സമയത്ത് തന്നെ ഒരു ദൂത് പറയാം. നമ്മുടെ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മുടെ ദൈവം നമ്മളെ മറന്നിട്ടില്ല. നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുന്നവനല്ല. അല്പസമയത്തേക്ക് അവൻ തള്ളിയെങ്കിലും മഹാകരുണയോടെ അവൻ നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവസഭയെ കർത്താവ് ഉണർത്തി അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം കാണിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, നിശ്ചയമായി നമുക്കൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായി നമുക്ക് ഉയർപ്പുണ്ട്. കാരണം നമ്മുടെ കർത്താവ് കല്ലറയ്ക്കകത്തിരുന്നവനല്ല, കല്ലറകളെ ഭേദിച്ച് റോമൻ എംപയറിൻ്റെ മുദ്രകളെ പൊട്ടിച്ച് മരണത്തെയും പാതാളത്തെയും ചവിട്ടി എന്നേക്കുമായി തൻ്റെ സഭയ്ക്ക് വേണ്ടി എഴുന്നേറ്റവനാണെങ്കിൽ, നിശ്ചയമായി നമ്മുടെ നായകൻ എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്കും ഒരു എഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മെ തള്ളിക്കളയാത്ത ദൈവം. ആ കണ്ണുകൾ അടച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ ധരങ്ങളും തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹാകരുണ നമ്മുടെ മേൽ കർത്താവ് പകരാൻ പോകുകയാണ്. എല്ലാ ധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമിഷതും ഹല്ലേലൂയ ദേഹത്താൽ മുറിവേൽക്കപ്പെട്ട് അടിതൊട്ട് മുകൾ വരെ തകർക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ഉടയപ്പെട്ടവനായി, ആമേൻ, ഇനി അവനില്ല എന്ന് പറയത്തക്കവണ്ണം കല്ലറകളിൽ ഒതുങ്ങിപ്പോയവനാണ് എന്ന് ചിന്തിച്ചില്ല. ആമേൻ, സ്തോത്രം. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ ശക്തി അകത്തുള്ള ദൈവമക്കൾ ഈ പകലിൽ അടങ്ങിയിരിക്കരുത്. ശക്തമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ചില മിനിറ്റുകളിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Move the Holy Spirit. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ഈ ഹോളിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിഷയങ്ങൾ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ വിഷയങ്ങൾ അവൻ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തിരിക്കുകയാണ്. യെസ്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. Thank you, Jesus. Thank you, Jesus. അഴകാന കൺകൾ എന്നെ കണ്ടതാലേ முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றே. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றே. யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே. யாரும் அறியாத என்னை நன்றாய் அறிந்து அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றே. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றே. தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே. தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே. அழகான கண்கள் என்னை கண்டதாலே
முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே. முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றேன். ஒன்றுமில்லாத என்னை காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே. ஒன்றுமில்லாத என்னை உயர்த்தி வைத்த நல்ல நேசரே. அழகான கண்கள் என்னை கண்டதாலே. முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே. முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றேன். പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തസുന്ദരമായ നല്ല കർത്താവ്, ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഈ പകലിൽ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കഴിഞ്ഞ രാത്രികളിൽ, കഴിഞ്ഞ ദിനങ്ങളിൽ ഇടപെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ പകലിലും ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ, പ്രവചനങ്ങളിലൂടെ, ആത്മീക സ്പർശനങ്ങളിലൂടെ, ആത്മസാന്നിധ്യത്തിലൂടെ ദൈവസഭയെ ഇന്ന് പകൽക്കാലം ഒരു പടി കൂടെ നീ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച തിരുവചന ഭാഗത്തിലേക്കാണ് ഇന്ന് പകലിൽ നമ്മൾ കടന്നു പോകുന്ന. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തെ അധികരിച്ചു കൊണ്ടാണ് ചില മിനിറ്റുകൾ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനത്തെ ചിന്തിപ്പാനിടയായി തീർന്ന. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ബാക്കി എന്നവണ്ണം ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് തിരുവചനത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നമ്മളോട് കൃത്യമായി സംസാരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം ഏകദേശം 66 പുസ്തകങ്ങളാണ് നമുക്കുള്ളത്. 66 പുസ്തകങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ സിംഹഭാഗ പുസ്തകങ്ങളും ഭൂരിഭാഗം പുസ്തകങ്ങളും ലേഖനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. 4 പുസ്തകങ്ങൾ, ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. അതിലെ ഒടുവിലത്തെ സുവിശേഷമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാൻ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു അപ്പോസ്തലൻ. യേശുവിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ കർത്താവിനോടുകൂടെ ചേർന്നിരുന്ന ഒരു ഭക്തനായിരുന്നു യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. ഇടിമക്കൾ എന്നറിയപ്പെടുന്ന യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പുറകെ യാത്ര ആരംഭിച്ചു. കർത്താവിനെ പിൻപറ്റുകയാണ്. കഴിഞ്ഞ 3.5 വർഷം യേശുവിനെ പിൻപറ്റി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷമായപ്പോൾ കർത്താവ് വന്നതിൻ്റെ ലക്ഷ്യം, കർത്താവായ യേശുക്രിസ്തു വന്നതിൻ്റെ ലക്ഷ്യം അവൻ നിറവേറ്റാനായിട്ട് കർത്താവ് ക്രൂശിൽ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഗദശമന തോട്ടം മുതൽ കാൽവറിയുടെ കുലക്കളം വരെ പങ്കപ്പാടുകളേറ്റ്
യേശു കാൽവറിയിൽ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി 3 ആണ്ടുകളിൽ ക്രൂശിൽ യേശു തറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചീന്തി തന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണമുള്ളൂ. വിശുദ്ധ ആദാമ്യ പാപം ചുമക്കുന്ന ആദാമിൻ്റെ പാപം ചുമന്ന സകല മാനവരാശിയും വിശുദ്ധ ശുദ്ധീകരിക്കപ്പെടുവാൻ കാൽവറിയുടെ കുലക്കളത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒഴുക്കിയ ആ രക്തമാണ് മാനവകുലത്തിൻ്റെ പാപപരിഹാര രക്തം എന്ന് പറയുന്നത്. അല്ലാതെ പുണ്യ നദികളിൽ പോയത് കൊണ്ടോ തീർത്ഥാടനങ്ങൾ നടത്തിയത് കൊണ്ടോ ക്രൂശ് ചുമന്നത് കൊണ്ടോ വിലാപം നടത്തിയത് കൊണ്ടോ ഹല്ലേലൂയ പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുണ്യ മലകൾ ചവിട്ടുന്നത് കൊണ്ടോ ഒന്നും നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നില്ല. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. എന്തിന് ഈ പകൽക്കാലം ഇത് പറഞ്ഞത് ചോദിച്ചാൽ, നമ്മുടെ ഇടയിലും പള്ളിയിൽ വരുന്നെങ്കിലും ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും ശുദ്ധീകരണം പ്രാപിക്കാത്ത, വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത അനേക ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജനിച്ചതൊരു ക്രൈസ്തവ വീട്ടിലായതുകൊണ്ട്, ജനിച്ചത് ക്രൈസ്തവ അപ്പനാലും അമ്മയാലും ജനിച്ചതുകൊണ്ട്, പാരമ്പര്യമായി ഞങ്ങളുടെ പിതാക്കന്മാർ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം കൂടാതെ ആർക്കും വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആലയത്തിനകത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാതെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശു ക്രിസ്തു ക്രൂശിലേറിയത്, കഷ്ടം അനുഭവിച്ചത്, രക്തമൊരുക്കിയത് എൻ്റെ പാപപരിഹാരത്തിനാണെന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഒരാഹ്വാനം ഈ പകലിൽ ഞാൻ തരികയാണ്. ഈ ലോകം മുഴുവനും പാരമ്പര്യ ക്രൈസ്തവർ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഈ ദിവസത്തിൽ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയാം, യേശു ക്രിസ്തു ഉയർത്തത് എന്തിനെന്നറിയാമോ? നമ്മയും അവനെ പോലെ ഉയർപ്പിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം ഇതൊരു ലൈവ് പ്രോഗ്രാം കൂടെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കാൻ സാധ്യതയുള്ള, ഇനി കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുന്നു, നിത്യതയിൽ പോകാൻ പല വഴികളില്ല, സ്വർഗത്തിൽ പോകാൻ പല റൂട്ടുകളില്ല. ഒരേ ഒരു വഴി, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഒരേ ഒരു മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. ആ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെയുള്ള രക്ഷണ്യമാകുന്ന അനുഭവത്തെ കരസ്ഥമാക്കി ഹൃദയത്തിൽ അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിന്റെ പൈതലായി മാറുവാനുള്ള ഒരവസരമായി കണ്ട് ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഉയർപ്പ് എന്ന് പറയുന്നത് പരാജയമല്ല. ഉയർപ്പെന്ന് പറയുന്നത് സകല പരാജയങ്ങളെയും അകത്താക്കിയിട്ട് ജയത്തെ മാത്രം ഉയർത്തി കാണിക്കുന്നതാണ് ഉയർപ്പെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ഉയർപ്പ് കാൽവറിയിൽ കർത്താവ് ചെയ്തപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ പിശാചിന്റെ സർവായുധ വർഗത്തെ പിടിച്ചു വാങ്ങിച്ചിട്ട് ഹല്ലേലൂയ ആ ജയം തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കാൽവറിയിൽ യേശു പിശാചിന്റെ തലയെ തകർത്ത് അവന്റെ സർവായുധ വർഗത്തെ പിടിച്ചു വാങ്ങിച്ചിട്ട് ആ ജയം ആർക്കാണ് തന്നതെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എനിക്ക്
എനിക്കും നിങ്ങൾക്കും ആ ജയം കൈമാറിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് പകൽക്കാലം പറ, ആ ജയത്തെ ഞാൻ സ്വീകരിക്കുകയാണ്, ആ ജയത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. ഇന്ന് പകല കരങ്ങളെ ശക്തമായി തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Praise the Lord. ആ ജയം മറ്റാർക്കുമല്ല, ആ ജയം കുരിശടിക്കല്ല, ആ ജയം പുണ്യസ്ഥലങ്ങൾക്കല്ല, ആ ജയം പുണ്യ തീർത്ഥാടനങ്ങൾക്കല്ല. ആ ജയം എനിക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. അവന്റെ ശരീരമാകുന്ന അവ എനിക്ക് സഭയ്ക്ക് അവൻ നൽകിയിരിക്കുന്നു. ആ ജയം അവ ഒരിക്കലായിട്ടല്ല, ആ ജയം എന്നേക്കുമായി. Praise the Lord. ആ ജയം എന്നേക്കുമായി കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് പകലും ഞാൻ ഈ പറഞ്ഞ ദൂത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു കാൽവറിയിൽ വരിച്ച ജയം ആർക്കാ തന്നിരിക്കുന്നത്? ആർക്കാ തന്നിരിക്കുന്നത്? പറഞ്ഞേ, ഇങ്ങനെ പറ, എനിക്ക് തന്നിരിക്കുന്നു പറ. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറ, നിനക്കാ ജയം തന്നിരിക്കുകയാണ്. ആ പേടി എല്ലാം പോട്ടെ, ഭയം എല്ലാം പോട്ടെ. ഹല്ലേലൂയ. കാര്യം ജയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉയർപ്പിച്ച അവൻ്റെ ശക്തി, അവൻ്റെ ജയം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഇത് സഭ തിരിച്ചറിയണം. ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, മറിച്ച് ജയമുള്ള നായകൻ്റെ പുറകെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ശക്തിക്കും എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു രോഗത്തിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം പറ, ആ കരമടിച്ചു പറ, ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ആ പുറകിരിക്കുന്ന സഹോദരങ്ങൾ കരം തട്ടുന്നില്ല. ഇന്ന് പകൽക്കാലം ജയം പരാജയമല്ല, ഉയർപ്പ് പരാജയമല്ല. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു ദൈവ പൈതലിന് എന്നും ജയമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിശക്തമായ നിലവാരത്തിൽ ആ ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ചാർജ് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ചാർജ് ചെയ്താൽ അത് നല്ലതായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചാർജ് കുറയും തോറും അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാർത്ഥനകളിലും നാം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ചാർജ് കയറുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ചില ഉപകരണമൊക്കെ എത്ര ചാർജ് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, ചാർജ് കയറത്തില്ല, അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. ബാറ്ററി അതിൻ്റെ പക്വതയില്ല. ദൈവത്തിന് സ്തോത്രം. ബാറ്ററിക്ക് ആ ചാർജ് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്. അവൻ്റെ ശക്തിയായി കർത്താവ് ചിലരെ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുകയാണ്. ദൈവത്തെ ഈ പ്രാരംഭ സമയത്ത് തന്നെ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അനേകരെ ഒരു അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. അനേകരെ പുതിയ വെളിപ്പാടുകളാൽ കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. ഈ പകലിൽ ഭയങ്കരമായ ഒരു ദൈവശക്തി ഈ ഹാളിനകത്ത് ചലിക്കും. അത് പ്രാപിക്കാൻ ദൈവമക്കൾ തയ്യാറാണെങ്കിൽ അവൻ്റെ അഭിഷേകത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഒരു ഉറവ പോലെ പൊട്ടി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഒഴുകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അത് ഞാൻ പ്രാപിക്കാൻ തയ്യാറായിരിക്കുന്നപ്പ, അത് ഞാൻ പ്രാപിക്കാൻ തയ്യാറാണ്. നിന്റെ അത്യന്ത ശക്തി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയം 12 ശിഷ്യന്മാരിൽ 12 അപ്പോസ്തലന്മാരിൽ 11 പേരും വിലകിപ്പോയി, യേശുവിനെ വിട്ടുപോയി. ഈ യോഹന്നാൻ മാത്രമാണ് യേശുവിനെ പിൻഗമിക്കുന്നത്. ദൈവത്തിന് എതുവരെ എന്നറിയാമോ? ക്രൂശോളം അവനെ പിൻഗമിച്ചു. ഹല്ലേലൂയ. എതുവരെ? ക്രൂശോളം അവനെ പിൻഗമിച്ചു. ഹല്ലേലൂയ. അപ്പോൾ
കർത്താവ് നോക്കുന്നത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും അവനെ അനുഗമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല കഷ്ടതയോ പ്രതികൂലമോ പ്രതിസന്ധിയോ എന്തും വരട്ടെ, നാം കർത്താവിനെ അനുഗമിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അവനെ പിൻപറ്റുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ യോഹന്നാൻ യേശുവിൻ്റെ ക്രൂശോളം അവനെ അനുഗമിച്ചപ്പോൾ 12 പേരിൽ 11 പേർക്കും ലഭിക്കാത്ത ഒരു വലിയ ഗിഫ്റ്റ് സ്വർഗത്തിലെ കർത്താവ് കൈമാറി കൊടുത്തു. ക്രൂശിൽ കിടന്നിട്ട് യേശു യോഹന്നാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ നിന്റെ അമ്മ. ദൈവത്തിനെന്ന് പറഞ്ഞാൽ ബാക്കി 11 പേർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെ സംരക്ഷിക്കുവാൻ, സൂക്ഷിക്കുവാൻ, പോറ്റി പുലർത്തുവാൻ ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ ഒരു ഭാഗ്യം ലഭിച്ചു. യേശുവിനെ പിൻഗമിക്കുന്നവർക്ക് ഉള്ള ഏറ്റവും വലിയ ദൂതാണ് ആർക്കും ലഭിക്കാത്ത ചില നന്മകൾ സ്വർഗത്തിലെ ദൈവം ചിലർക്ക് വേണ്ടി കൈമാറും. ഹല്ലേലൂയ. പ്രതികൂലമാണോ, പ്രതിസന്ധിയാണോ, കഷ്ടതയാണോ, ദുഃഖമാണോ, വേദനയാണോ, ഇതിന്റെ നടുവിലും നീ യേശുവിനെ പിൻപറ്റുന്നുവെങ്കിൽ നീ ഓർത്തോണം, ഇന്ന് പകലിൽ സ്വർഗം നിനക്ക് വേണ്ടി ആർക്കും കൊടുക്കാത്ത, ആർക്കും ലഭിക്കാത്ത ചില നന്മകൾ ദൈവം നിനക്ക് വേണ്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് നിന്റെ കൂടാരത്തിലേക്ക് വരും. ഹല്ലേലൂയ. എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, എന്റെ പ്രതികൂലത്തിനകത്തും എന്റെ പ്രതിസന്ധിക്കകത്തും ഞാൻ യേശുവിനെ പിൻഗമിക്കുന്നു, എന്റെ കർത്താവിനെ അനുഗമിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ആർക്കും ലഭിക്കാത്ത ഒരു നന്മ എന്റെ കർത്താവ് എനിക്ക് തരും. ആർക്കുമില്ലാത്തൊരു ശോധനയിലൂടെ ഞാൻ കടന്നുപോയി, ആർക്കുമില്ലാത്തൊരു പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നുപോയി, ആർക്കുമില്ലാത്ത വേദനയിലൂടെ ഞാൻ കടന്നുപോയി. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമടിച്ച ആത്മാവിൽ ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്താട്ടെ. എല്ലാ സഹോദരന്മാരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം യെസ്, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ശക്തമായി ദൂത് കൈമാറുന്നു. ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത യോർദാൻ നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത ചെങ്കടൽ നിനക്കുണ്ടോ? ആരും എതിർപ്പെടാത്ത പടക്കൂട്ടങ്ങൾ നിനക്കെതിരെ ഉണ്ടോ? ആർക്കുമില്ലാത്ത നിന്ന നീ കടന്നു പോകുന്നുവോ? ആർക്കുമില്ലാത്ത പരിഹാസം, ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത അപവാദം നിന്റെ ജീവിതത്തിലുണ്ടോ? സ്വർഗം ഇന്ന് പകലിൽ പറയുക, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർ മൈക്കും പിടിച്ചിങ്ങനെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ, സന്തോഷത്തോടെ ശക്തിയോടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ആരും പട്ടുമെത്തെ കിടന്നിട്ട് വരുന്നവരല്ല. ശക്തമായ പ്രതികൂലങ്ങളുടെ അകത്ത് ഹല്ലേലൂയ നശിച്ചു പോകാതെ ദൈവം തൻ്റെ കരത്താൽ ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, കഷ്ടത്തിലായത് എനിക്ക് ഗുണത്തിന് കാരണമായി എന്നാണ്. കഷ്ടം വന്നത് എനിക്ക് ഗുണത്തിന് കാരണമായി. അതുകൊണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവമക്കൾ പരാതി പറയരുത്. അത് സന്തോഷത്തോടെ ജയിച്ചു മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ജയിച്ചു മുന്നേറാനുള്ള ദൈവിക അഭിഷേകത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാൻ നമുക്കറിയാം, ദൈവത്തിന് യേശുക്രിസ്തുവിനോട് കൂടി ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരിൽ 11 പേരും രക്തസാക്ഷിത്വം വഹിച്ചവരാണ്.
മരിച്ചവരാണ്. ഹല്ലേലൂയ. ചിലരെ ഈർച്ചവാളിനായി കൊന്നുകളഞ്ഞു, ചിലരെ ക്രൂശിൽ തറച്ചു കളഞ്ഞു, ചിലരെ ദൈവത്തിന് സ്തോത്രം ദുഷ്ട മൃഗങ്ങളുടെ മുൻപിൽ ഇട്ടുകൊടുത്തു, ചിലരെ മെഴുകു ശീലകൾ ചുറ്റി തെരുവ് വിളക്കുകളാക്കി മാറ്റി, ചിലരെ ദൈവത്തിന് മൃഗങ്ങളുടെ തോലുകൾ ചുറ്റി വെയിലത്തിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. ദൈവത്തിന് ഇങ്ങനെ പലവിധമാകുന്ന രീതികളിൽ 11 അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഈ യോഹന്നാൻ മാത്രമാണ് വാർദ്ധക്യ സഹജത്തിൽ മരിക്കുന്നത്. ഹല്ലേലൂയ. AD 90കളിലാണ് ദൈവത്തിന് സ്തോത്രം സഭയുടെ രണ്ടാമത്തെ പീഡനം നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവസഭയുടെ രണ്ടാമത്തെ പീഡനം നടക്കുകയാണ്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയായ ഡൊമീഷ്യൻ ചക്രവർത്തി, ഹല്ലേലൂയ, അദ്ദേഹം അന്ന് ഏഷ്യ മൈനറിലെ ദൈവസഭകളുടെ സീനിയർ പാസ്റ്ററായ യോഹന്നാനെ പിടിച്ചു. ഹല്ലേലൂയ. ഈ ഡൊമീഷ്യൻ ചക്രവർത്തി വിചാരിച്ചത് സീനിയർ പാസ്റ്ററിനെ നശിപ്പിച്ചാൽ, സീനിയർ പാസ്റ്ററിനെ കൊന്നുകളഞ്ഞാൽ സഭ ഇനി ഉണ്ടാകത്തില്ലെന്നാണ്. വാർദ്ധക്യത്തിലിരിക്കുന്ന വന്ധ്യവയോധികനായ, കാലുകൾ ബലമില്ലാത്ത, തൊലികൾ ചുളുങ്ങിയ, പ്രായത്തിൽ വാർദ്ധക്യം വന്ന ഈ അപ്പോസ്തലനെ യോഹന്നാനെ പിടിച്ച് കൊല്ലാനായിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ യോഹന്നാനെ പിടിച്ച് ഒരു വലിയ അണ്ടാവിനകത്ത് എണ്ണ ഒഴിച്ച് അടിയിൽ തീ കൂട്ടി എണ്ണ തിളപ്പിച്ചിട്ട് ഈ അപ്പോസ്തലനായ, വാർദ്ധക്യത്തിലായ, ബലഹീനനായ ഈ അപ്പോസ്തലനെ ആ അണ്ടാവിനകത്ത് കൊണ്ടിട്ടു. എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് മൂടി ഡൊമീഷ്യൻ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ പ്രഭാതത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഈ അണ്ടാവിന്റെ അടുക്കൽ വന്ന് പടയാളികളടുത്ത് പറഞ്ഞു, ഈ അപ്പോസ്തലന്റെ, ഈ യോഹന്നാന്റെ എണ്ണയിൽ മൊരിഞ്ഞു കിടക്കുന്ന ശരീരത്തെ കാണേണ്ടതിന് നിങ്ങൾ അണ്ടാവിന്റെ അടപ്പ് മാറ്റാൻ പറഞ്ഞു. ഹല്ലേലൂയ. പടയാളികൾ അണ്ടാവിന്റെ അടപ്പ് മാറ്റുമ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കത്തി കരിഞ്ഞു കിടക്കുന്ന അപ്പോസ്തലനെ അല്ല ഡൊമീഷ്യൻ ചക്രവർത്തി കണ്ടത്, മറിച്ച് ആ എണ്ണയ്ക്കകത്ത് മുട്ടിന്മേൽ നിന്ന് ആത്മാവിൽ അന്യഭാഷ പറയുന്ന ഒരു അപ്പോസ്തലനെയാണ് ഡൊമീഷ്യൻ ചക്രവർത്തി കണ്ടത്. ഇന്ന് പകൽക്കാലം ഈ സഭയോടൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഒരു പ്രതികൂലത്തിനും നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഒരു തീക്കും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു രോഗത്തിനും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ ആത്മാവിന്റെ നിറവിൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിനോട് പറ, ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രതികൂലത്തിനും, ഒരു ദുഃഖത്തിനും, ഒരു വേദനയ്ക്കും, ഒരു അപവാദത്തിനും, ഒരു കഷ്ടതയ്ക്കും, ഒരു രോഗത്തിനും, ഒരു ഈർച്ചവാളിനും, ഒരു തീക്കും, ഒരു സിംഹത്തിന്റെ വായിനും, ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കും, ഒരു ഹല്ലേലൂയ അഗ്നിപർവ്വതത്തിനും പൊട്ടിക്കരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഞാൻ. എന്റെ ദൈവം ആ സകല പ്രതികൂലങ്ങളുടെ അകത്തു നിന്നും എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചിലരെ തീക്കകത്തുനിന്ന് പുറത്തെടുക്കുകയാണ്, ചില കഷ്ടതയ്ക്കകത്തുനിന്ന് പുറത്തെടുക്കുകയാണ്, ചില രോഗത്തിന്റെ അകത്തു നിന്ന് സ്വർഗം ചിലരെ പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ യോബിന് 41 അധ്യായങ്ങൾ കഷ്ടതയുടെ അധ്യായങ്ങളായിരുന്നു. എന്നാൽ 42ാമത്തെ അധ്യായം യോബ് കണ്ടില്ല. എന്നാൽ 42ാമത്തെ അധ്യായം അവന്റെ നന്മയുടെ അധ്യായമായിരുന്നു. കഴിഞ്ഞ 41 അധ്യായങ്ങൾ എഴുതിയത് കഷ്ടതയോ, നിന്ദയോ, രോഗമോ, ദുഃഖമോ, പരിഹാസമോ, വേദനയോ. പക്ഷെ സ്വർഗം നിനക്ക് വേണ്ടി 42ാമത് ഒരു അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടതല്ല, മടക്കി തരുന്ന അധ്യായമാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, ആത്മാവിൽ നിന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ശക്തമായി ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ്. ആരോടെന്നറിയാതെ അല്ല ദൈവാത്മാവ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരെ സ്വർഗത്തിലെ ദൈവം ചില പ്രതികൂലങ്ങളുടെ അകത്ത് നിന്ന്, ചില പ്രതിസന്ധിക്കകത്ത് നിന്ന്, ചില നിന്ദയുടെ അകത്ത് നിന്ന്, ചില പരിഹാസത്തിന്റെ അകത്ത് നിന്ന്, ചില വേദനയുടെ അകത്ത് നിന്ന്, കഷ്ടത എന്ന തീച്ചൂടക്കകത്ത് നിന്ന് സ്വർഗം ചിലതിനെ പുറത്തെടുക്കുകയാണ്. ആത്മാവിൽ വചന വെളിപ്പാടിൽ ഞാനത് കാണുകയാണ്.
Orakaba Shamdara Kabarabala Ataramana Gadala Gadagasi Amtaramana Gadala Ataragadagadala Gadagadana Hamdaradana Waidagajala Gadagasi Asta Prabala Gadagaduri Amtana Rabatuna Vaidabana Atma will in the Pagalkala Metraveradiku Chiller Vijayam Kaikolaga Keto Ami the Epidemula Samayamala Atma with Chiller Ketu Potichu Purata de Kea Atma with Chiller Ketu Potichu Purata de Kea. Yes, yes, yes. Oh Rakamana Shamdaramana Atarabalagadagadala Ataramadagadagadagasi Artha Prabalagadagadi Hamdaradara Abhishegat in the Karam in the Pagal Kalam Chalikigayar Abhishegat in the Karam in the Pagal Kalam Chalikigayar Sorgatila Tejas in the Karam. Yes, yes. Oh, move the Holy Spirit. Parishuddhatma chalikate, Parishuddhatma chalikate, Parishuddhatma chalikate. Deivatma in the Pagal Kalam, Shaktama Yedabadagayar. Oh, the Kettugal Arigayar, then the Kudumbati Amarti Vechirikina, Desha Porigale, in the Pagal Kalam, Sorgam Arikigayar, Eshu in the Dikaramula Namatil, a Kettugal Potate, a Pentanal Udayata. Yes. Oh, നീ നിന്റെ കുടുംബവും നീ നിന്റെ തലമുറയും നന്മ പ്രാപിക്കുകയില്ലെന്ന് ആമേൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ സ്വർഗ്ഗം പറയുന്നു ഇല്ല. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ആമേൻ ഇന്ന് പകൽക്കാലം ചിലതിനെ പുറത്തെടുക്കുകയാണ്. റിബലബ ശംദരഖദല അധരമന ഹംദരാധി അടഗാ ജനാ രഗസി ഹംധനെ അർത്ഥപ്രബലാധിയ രഗതുനി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, മരണക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി ഈ ഹോളിനകത്ത് ചലിക്കുകയാണ്. നാളെ വരെ നീ അനുഭവിക്കാത്ത ഒരു ആത്മപ്രവാഹത്തിലേക്ക്. Oh Raka Shamda Raka Radha Damaji Ante Regasi Artha Ramasi Hamdana Ragatuni Adaga Jana Ragasiha. Amen. Stotram Hallelujah. Ori Chediuda Kurinu Nulli Kalayuna the Bole Ninde Palyatil Tene Ninde Nashipikuva Shamikina Chela Poda Tanga the Munbil Ame Deivatma in the Pagalil Priya Kunine Shakti Padutaname Deivatinda Kruba Chalika Deshu in the Namatin Udabalabalaba Shamdaragadala Adagadalagadagasi Amdaradara Ketti Puti Nal Sidum Ketti Puti Ame Puralogan Karnikilana Vellivilikina Ustandi Adhibatyangal in the Pagal Kalab Tagarno Marate Eshuvinati Karamula Namatil Halila Huyarpinda Shakti in the Pagal Kalab Yavarikate Ame Sohubajiva the Margangale Podum Ame Shatru Velliviliche Ame Sunan Matariga. Amen. Hallelujah. നീ അങ്ങനെ നന്മ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ചെയ്തു വെച്ച ചില ചെയ്വീരുകളെ സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം ഉടച്ചുകളയുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ കരം ചലിക്കട്ടെ. ചില വാതിലുകൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അടച്ചുകളഞ്ഞ വാതിലുകളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഓ, ഇനിയൊരു വാതിലില്ല, ഇനിയൊരു നന്മയില്ല. ഇല്ല, സ്വർഗം പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നു. യെസ്, ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ കരം Udabalaba Shamdarabalagala Adacharaban Hastana Ragatuni Waidaja Legacy Hamdaramanhadia Adagachanakasi Amtanadara Atma in the Valia Chalanam Atma in the Valia Chalanam Idanagatunadakian Enikenda Prasangam Tigakanamanilla Enikenda Prasangam Tigakanamanilla Enikenda Prasangam Mudipikanamanilla Pakshay in the Pagalil Abhishegat in the Karab Chalikigaya. Yes. Oh, Rabba Shamdara Kabariha Adacha Ragasi Hamdane Rabatuni Artha Prabalagadagasi Antana Rabasi Hamdana Yanatma will Kananu Chiller Atma in the Mandalatileki Kairagayar Jadatin the Chindagal Witte Jada Chindagal Gavite Jadatin the Chindagal Witte Chiller Atma in the Talatileke in the Pagalkala Kairagayar Paulos Munam Sorgatola Medicapatu Avanda Diana Tingal Ti Kati അവന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി
ഇന്ന് പകലിൽ ഇവിടെ ചലിക്കുകയാണ്. യെസ്, നോക്കി നിൽക്കുന്നവന് വിടുതലില്ല. നോക്കി നിൽക്കുന്നവന് ആത്മസാന്നിധ്യം പ്രാപിക്കാൻ കഴിയുകയില്ല. എടുത്തു ചാടുന്നവൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, എടുത്തു ചാടുന്നവൻ ആത്മപ്രവാഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം ചിലരെ ആത്മാവിന്റെ നദിയിലേക്ക് Mana dhala mana dhura mana hamda raba laka jala raka. Oh raka mana dhala raka jala raka jala raba laka jala. ആളി കത്തുന്നത് പോലെ ഇന്ന് പകലിൽ ആത്മാവിന്റെ ചൈതന്യം ഈ ഹാളിനകത്ത് വ്യാപരിക്കുകയാണ്. പ്രിയ സഹോദര, നീ കണ്ണും തുറന്ന് നോക്കിയിരിക്കരുത്. പ്രിയ സഹോദരി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ഇത് പ്രാപിക്കാനുള്ള സമയമാണ്, ഇത് നിറയാനുള്ള സമയമാണ്. ഓ റബ ശംദരാധര, കഴിഞ്ഞ 40 ദിവസത്തിലകരമായി മർക്കോസിന്റെ മാളിക മുറിയിൽ യേശു പറഞ്ഞത് കേട്ടിട്ട് അവർ കാത്തിരിക്കുകയാണ്. 40 ദിവസമായി അവർ കാത്തിരിക്കുകയാണ്. അവർ പരിശുദ്ധാത്മാവ് എന്തെന്ന് കണ്ടിട്ടില്ല, അവർ പരിശുദ്ധാത്മാവ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അഗ്നിനാവുകളായി പ്രത്യക്ഷപ്പെട്ടു. ഓരോരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പതിഞ്ഞു. ഓരോരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പതിഞ്ഞു. ഇന്ന് പകലിൽ ദൈവം ചിലരെ അവന്റെ ആത്മനിയോഗത്തിന് വേണ്ടി അവൻ നിറയ്ക്കുകയാണ്. ആരാധനയുടെ കൺട്രോൾ പാസ്റ്ററിന്റെ കയ്യിലല്ല. ആരാധനയുടെ കൺട്രോൾ ഗസ്റ്റായിട്ട് വന്ന എന്റെ കൈകളിലല്ല. ആരാധനയുടെ കൺട്രോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആരാധനയുടെ നിയോഗം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിറഞ്ഞു. അഭിഷേകത്താൽ നിറയാൻ താല്പര്യമുണ്ടോ? ഇന്ന് പകലിൽ നിറഞ്ഞു. സ്വർഗം നിനക്ക് അവസരം തരികയാണ്. Shambara kabara bala gada gadala adharamana gadala bala bala shambara thanadhiya adaga jana rabasi amthana rabattuna boshabara adhara adaga jana ragasi amthane ribattuna bouda baradhiya adaga jala bala gadana boshambara thanadhiya adaga jala adhana rabattuni vaishabara gadagasi andha prabala adhana ragasi amthane ribattuni vaida jala gadagasi andha prabala gadagasi adaga jana ragasi amthane ribattuna vaida badagadagasi ആള് മാറുന്നവനെ പോലെ ഇന്ന് പകൽക്കാലം ദൈവം ചില വിഷയങ്ങൾക്കുടെ മേൽ അവൻ ചില അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ്. അവന്റെ അഭിഷേകത്തിന്റെ കരം ശക്തമായി വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമായ നാമത്തിൽ ചില മരണത്തിന്റെ കെണികളെ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ചില അനർത്ഥങ്ങളെ കർത്താവ് ഒഴിപ്പിച്ചു വിടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിലെ തേജസ്സിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ.
ഒരു മുട്ട പൊട്ടി, തോട് പൊട്ടി, ഒരു മുട്ടയുടെ തോട് പൊട്ടി അകത്തിരിക്കുന്ന ജീവൻ പുറത്തു വരുന്നത് പോലെ സ്വർഗം ഇന്ന് പകല് ദൂത് പറയുന്നു, പുറന്തോട് പൊട്ടുകയാണ്, പുറന്തോട് പൊട്ടുകയാണ്, നിന്റെ നന്മ പുറത്തു വരികയാണ്. യെസ്, ഉഠാ മന റിഖ റാംഷ രഗസി ഹംദനെ റിബതുനി സംശയം വേണ്ട, സംശയം വേണ്ട. നിറവേറ്റുന്നവൻ കൂടെയുണ്ട്, കൈ പിടിച്ചിരിക്കുന്നവൻ കൂടെയുണ്ട്. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സ്വർഗം ഇന്ന് പകല് ശക്തമായി പറയുന്നു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു, ഇതാകുന്നു വഴി. പലവട്ടം മാറി 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 നിന്നോട് ദൈവം പറഞ്ഞ ചില ആലോചനകളെ നീ ലെവലേശം കൂട്ടാക്കാതെ അതിനെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നിന്റെ ചുമലിൽ പെട്ടകമിരിക്കേണ്ടതാണ്, നിന്റെ ചുമലിൽ പെട്ടകമിരിക്കേണ്ടതാണ്. ഒരു വിളി നിന്റെ മേലുണ്ട്. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് മാത്രം എന്താണ് ഒരു നന്മയില്ലാത്തത്? എനിക്ക് മാത്രം എന്താണ് ഒന്ന് അനുഭവിക്കാൻ കഴിയാത്തത്? അവരും ഇവരൊക്കെ നന്മകൾ പ്രാപിക്കുന്നു, എനിക്കൊരു നന്മയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ സ്വർഗം ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറുകയാണ്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി, പിന്നെ അവനെ എസ്തോദിൽ കണ്ടു. ഇന്ന് പകല് ദൈവത്തിന്റെ വചനം നിന്നെ ചില മേഖലകളിൽ എടുത്തെറിയാൻ പോകുകയാണ്. ഇന്നേക്ക് 3 മാസം കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കി. നാളുകളിൽ നീ സങ്കടത്തോടെ ചില വിഷയങ്ങളുടെ മുൻപിൽ കരഞ്ഞ, ചില വിഷയങ്ങളുടെ മറുപടിയായി സ്വർഗം ചില വ്യക്തികളെ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്നതായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പാടിനാൽ അവൻ ദൂത് കൈമാറുകയാണ്. യെസ്, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ തേജസ് പ്രതികൂലങ്ങൾക്ക് ഭക്തന്മാരെ തകർക്കുവാൻ സാധ്യമല്ല. പ്രതികൂലങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, കഷ്ടതകൾക്ക്, വേദനകൾക്ക് നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ സമയം തന്നെ പറയാം, ഒരുപക്ഷെ ഞാൻ എൻ്റെ പ്രസംഗം പൂർത്തീകരിക്കുമെന്നില്ല. ദൈവാത്മാവ് എന്നെ നയിക്കുന്നത് പോലെ ഞാൻ മുന്നോട്ട് പോകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഡെമീഷൻ ചക്രവർത്തിക്ക് യോഹന്നാനെ കൊല്ലാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പിടിച്ച് നാടുകടത്താൻ ശ്രമിച്ചു. ഹല്ലേലൂയ. കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് നാടുകടത്താൻ ശ്രമിച്ചു. 147 കിലോമീറ്റർ ചുറ്റളവിൽ മെഡിറ്ററേനിയൻ കടലിനാൽ ചുറ്റപ്പെട്ട പാറകൾ കൊണ്ട് നിബിഡമായ വിഷം ചുറ്റുന്ന സർപ്പങ്ങളുള്ള മനുഷ്യനെ കൊണ്ട് തള്ളിയാൽ അപ്പോൾ തന്നെ കൊത്തിപ്പറിക്കുന്ന ആരോഗ്യ ദിടകാത്തന്മാരായ കഴുകന്മാരുള്ള ആ ഏകാന്തതയുടെ പത്മോസിന്റെ മണ്ണിൽ ഈ വന്ധ്യവയോധികനായ വാർദ്ധക്യ സഹജത്തിലുള്ള ഈ യോഹന്നാനെ കൊണ്ട് തള്ളി. ഹല്ലേലൂയ. ആമേ, ഒറ്റയ്ക്കാണ്, ആരുമില്ല, ബലഹീനനാണ്. ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം എടുത്തു കൊടുക്കാൻ ആരുമില്ല, ഒന്ന് എഴുന്നേൽക്കാൻ, താങ്ങി പിടിക്കാൻ ഒരു സഹായിയില്ല. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. ഹല്ലേലൂയ. ആരാധനയുടെ സമയം ഏതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, പക്ഷേ
ആത്മാവകത്തുള്ളത് കൊണ്ട് ആരാധിക്കേണ്ട സമയമേതാണെന്ന് യോഹന്നാന് മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ ദൂതിന്റെ സാരം ഇതാണ്. ചിലരെ ഉന്തിയും തള്ളിയും പള്ളിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നു. ചിലരെ ഉന്തിയും തള്ളിയും അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു. പാസ്റ്റർ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ചിലരുടെ അകത്ത് ആത്മാവ് ക്രിയേറ്റ് ചെയ്തിട്ട് ആരും ക്ഷണിക്കാതെ ആരും വിളിക്കാതെ ഓടി പള്ളിയിൽ വന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവ സ്വർഗരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ യോഹന്നാന്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയുടെ നിറവ് പോലെ ഇന്ന് പകലിൽ ചിലരുടെ അകത്ത് അവന്റെ അഭിഷേകത്തിന്റെ നിറവിനെ സ്വർഗം കൽപ്പിച്ചാക്കുകയാണ്. Oh Jesus, Jesus. Rasha tikianto romosikiantana rambana shikiantanari adaga chamariasi arthaprabalathanadia യേശു ക്രിസ്തുവിന്റെ അധികാരം ഉള്ള നാമത്തിൽ ആ അഭിഷേകം, ആ നിറവ് ചിലരുടെ മേൽ ഇറങ്ങി വരട്ടെ. Thank you, Jesus. Thank you, Jesus. Hallelujah. കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശതയിലായി. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഞാൻ ആ ഭാഗത്ത് അല്പസമയം നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞാരാധിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ കര ഉയർത്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അല്ലേലി പറയാനല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ കര ഉയർത്തി പിടിച്ചാട്ടെ. കണ്ടോ, അനേകർ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ല. ഇനി പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായ നമ്മൾ ആ പ്രാപിച്ച അഭിഷേകത്തിൽ അങ്ങനെ പോവുകയാണ്. ആ ലെവലിൽ നിന്നൊരു അടുത്ത ലെവലിലേക്ക് ദൈവമക്കൾ കയറണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കയ്യടിച്ചും അന്യഭാഷ പറഞ്ഞും നൃത്തം ചെയ്തും പാട്ട് പാടിയൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആത്മനിറവാണ് യഥാർത്ഥമെന്ന് ചിന്തിക്കരുത്. അതികവിഞ്ഞുള്ള ആത്മസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അത് കവിഞ്ഞുള്ള ആത്മപ്രവാഹമുണ്ട്. അതൊന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സത്യ ആ ഒരു അനുഭവത്തിലേക്ക് പോകാൻ ഇന്ന് പല സഭകളിലും അനുവാദമില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആഗ്രഹമുണ്ട്, പക്ഷെ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തന്നെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഇവിടെ പാസ്റ്റർ 9:30 പ്രാർത്ഥിച്ചു തുടങ്ങിയല്ലേ. സ്തോത്രം. നമ്മൾ എത്ര മണിക്കാണ് വന്നത്? എപ്പോഴും വരട്ടെ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷെ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴെല്ലാം നമ്മുടെ ചിന്ത ഇത് എപ്പം തീരും, എപ്പം തീരും, എപ്പം തീരും അല്ലേ. സ്തോത്രം. ഇതൊന്ന് തീർന്ന് കിട്ടിയെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഇന്നത്തെ ആരാധന തീർന്നില്ലെങ്കിലും തീർന്നാലും ഇല്ലെങ്കിലും എത്ര മണിക്കൂർ ഞാൻ ദൈവാലയത്തിലിരുന്ന് ആത്മാവിൻ്റെ നിറവിലിരിക്കാൻ ആഗ്രഹമുണ്ട്. എത്ര പേരുണ്ട്? സ്തോത്രം. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഇവിടെ ഇരിക്കണ്ടോ, കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി. ആത്മാവിവശനായി കിടന്നല്ല. സ്തോത്രം. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഈ ഒരു ആത്മവിവശതയായിരുന്നു മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വ്യാപരിച്ചത്. അതുകൊണ്ടാണ് അവിടെ കണ്ടു നിൽക്കുന്നവരെല്ലാം പറഞ്ഞത്, ഇവർ കള്ളു കുടിച്ച് മത്തരെ പോലെ അല്ലേ. സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ കള്ളു കുടിക്കുന്നവൻ നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ. ഒരു എന്താ വെച്ചാൽ മാനുഷികമായ ഒരു ബോധം നഷ്ടപ്പെട്ട അനുഭവത്തിൽ വേറെ ഒരു നിലവാരത്തിൽ അവർക്ക് തോന്നി. സ്തോത്രം പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. അവർ മദ്യമൊന്നും കുടിച്ചില്ല. ആത്മാവ് വന്നപ്പോൾ അവർ ഈ ഭൗതിക തലത്തിൽ നിന്ന് ചിന്തയെല്ലാം മാറി അവരുടെ തലം ആത്മീക തലമായി മാറി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തോന്നിയപ്പോൾ വീട്ടിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട മീനിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. അല്ലല്ലോ പറഞ്ഞാട്ടെ. പ്ലാൻ ചെയ്ത് വെച്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ടൂർ മറന്നു അല്ലേ? അല്ലല്ലോ പറഞ്ഞാട്ടെ. ഇന്ന് ഉയർപ്പല്ലേ? ആരാധന കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോകാനിരിക്കുക നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചപ്പൻ്റെ വീട്ടിൽ പോകണം, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എല്ലാം തീർന്നു കിട്ടിയാൽ മതി എന്നിരിക്കുകയാണ്. ഈ തലമെല്ലാം മാറി അവിടെ ഇരിക്കുന്ന അവൻ ആത്മവിവശതയിൽ എന്ന് പറഞ്ഞാൽ അവിടം വിട്ടു പോകാൻ അവർക്ക് തോന്നിയില്ല. ഈ ഒരു തലമായിരുന്നു കോരകപുത്രന്മാർക്ക്. അവർ പറഞ്ഞത്, യഹോവേ നിന്റെ ആലയത്തിൽ വസിപ്പാനും നിന്റെ മനോഹരത്വം കാണാനുമല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പദ്ധതികളെ മാറ്റിവെച്ചിട്ട് ആത്മസാന്നിധ്യത്തിലിരിക്കാൻ അവർ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നാം ആത്മീക ആരാധനയുടെ ആത്മീക ശക്തിയുടെ അളവിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറങ്ങാൻ തയ്യാറാകണം. ഒരു വാക്കില്ലേ, ഒരു പ്രവാചകൻ ഒരു കയറെടുത്ത് ചാണുകൊണ്ട് അളക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അളന്നപ്പോൾ 1000 എന്ന് കണ്ടു, അത് നരിയാണി എന്ന് കണ്ടു അല്ലേ. പിന്നെയും 1000 മുഴം അളന്നു, അത് മുട്ടോളം എന്ന് കണ്ടു. പിന്നെയും അളന്നു, അത് അരയോളം കണ്ടു. പിന്നെ അങ്ങോട്ട് അളക്കാൻ പറ്റിയില്ല. കാര്യം കാലാടുന്നില്ല, കാല് നിൽക്കുന്നില്ല, കാല് ഉറപ്പില്ലാതായി മാറി. എന്ന് പറഞ്ഞാൽ പിന്നെ അളക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ആത്മാവിൻ്റെ പ്രവാഹത്തിലേക്ക് അവൻ മുങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ കുഴപ്പമെന്നറിയാമോ? നമ്മൾ നരിയാണിയോളവും മുട്ടോളവും അരയോളം അളന്നിട്ട് പിന്നെ അങ്ങോട്ട് അളക്കാൻ നമുക്ക് ഇഷ്ടമല്ല. അല്ലല്ലേ പറഞ്ഞാണ്ടേ? നമ്മളെല്ലാം അരയോളത്തിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അരയോളത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്നറിയാമോ? നമ്മുടെ അടുത്ത തലമുറകൾ അഭിഷേകത്തിൽ വരുന്നില്ല. അല്ലല്ലോ പറഞ്ഞാട്ടെ? നമ്മളിലുള്ളവർ തന്നെ സ്നാനത്തിന് തീരുമാനം എടുക്കുന്നില്ല. നമ്മളിലുള്ളവർ തന്നെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുന്നില്ല. നമ്മളിലുള്ളവർ തന്നെ സമർപ്പിക്കപ്പെടുന്നില്ല. അല്ലല്ലോ പറഞ്ഞാട്ടെ? അപ്പൊ ആത്മപ്രവാഹത്തിലേക്ക് ദൈവത്തിൻ്റെ സഭ ഒരുമിച്ചിറങ്ങണം. അല്ലെ? എങ്ങനെ? സ്നാനത്തിന് സ്നാനാർത്ഥിയും സ്നാനപ്പെടുത്തുന്ന ആളും കൂടെ ഒരുമിച്ച് വെള്ളത്തിൽ നിന്ന് ആ വെള്ളത്തിൽ മുക്കി പൊക്കുന്നത് പോലെ, മുഴുവനായി വെള്ളത്തിലേക്ക് മുങ്ങുന്നത് പോലെ നാമും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നാമും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ നോക്ക്, കുറേ സഹോദരന്മാരിരിപ്പുണ്ട്. നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പരിശുദ്ധാത്മാവിൽ നിറയാൻ? ആ പുറകിരിക്കുന്ന, ആ പുറകത്തെ ഏറ്റവും പുറകിരിക്കുന്ന ആഗ്രഹമുണ്ടോ? മിണ്ടുന്നില്ല. ആത്മാവിൽ നിറയാൻ താല്പര്യമുണ്ടോ? സ്തോത്രം. യൗവനക്കാരെ ആത്മാവിൽ നിറയാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, വചനം കേൾക്കുന്നതോടൊപ്പം തന്നെ നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. വചനം കേട്ട വചനം ആത്മാവിൽ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നറിയാമോ? നമ്മുടെ ജഡം അതിനെ അനുവദിക്കത്തില്ല. ഈ ജഡത്തെ ഓവർകം ചെയ്യുന്ന, ഈ ജഡത്തെ അതിജീവിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആ ഒരു നല്ല കാര്യസ്ഥനെയാണ് ദൈവം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതിനെ ഞാൻ അധികമായി എന്നിൽ വർദ്ധിപ്പിക്കുവാൻ, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
കണ്ട, യോഹന്നാനെ തകർക്കാൻ പറ്റാത്ത കാര്യം മനസ്സിലായോ? യോഹന്നാൻ പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോഴും അവൻ ആത്മാവിന്റെ നിറവിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ വാർദ്ധക്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് എന്താ പറഞ്ഞത്? രാവിലെ കഴിച്ച ഗുളിയുടെ ബലത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ബി പിയുടെ ഗുളിക കഴിച്ചിട്ട് വേണം അടുത്ത് ബലപ്പെടാൻ. അല്ലല്ലോ പറഞ്ഞാട്ടെ. പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ യോഹന്നാൻ എന്തോന്നിലായിരുന്നു? പറഞ്ഞേ, ആത്മനിറവിലായിരുന്നു. നിന്ന കേൾക്കുമ്പോൾ ആത്മാവിലാകാൻ പറ്റുമോ? പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മനിറവിലാകാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതത്തിലുള്ളൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തിന് അധികമായി സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഃഖം കണ്ട് ശത്രു ചിരിക്കാൻ പാടില്ല. ഞാൻ കരയുകയും ഞാൻ ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്നത് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ പ്രതികൂലത്തിനകത്ത് ഞാൻ ചിരിക്കുകയാണെങ്കിൽ, എൻ്റെ പ്രതികൂലത്തിനകത്ത് ഞാൻ തുള്ളിച്ചാടുകയാണെങ്കിൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ ചോദിക്കാറുണ്ട്, ഇത്രയും പ്രശ്നത്തിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിരിക്കാൻ തോന്നുന്നതല്ല, അങ്ങ് ചിരിക്കുന്നത്. എന്നറിയാമോ? എന്നെ കണ്ട് പരിഹസിക്കാൻ, എൻ്റെ തകർച്ച കണ്ട് അപവാദി അപ്പുറത്ത് നിപ്പുണ്ട്. അവൻ അപവാദം ഉണ്ടാക്കാതെ വണ്ണം ഈ പ്രതികൂലത്തെ ജയിച്ചു മുന്നേറേണ്ട അഭിഷേകമാണ് എൻ്റെ മുൻപിൽ തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ ആ അഭിഷേകത്തിന് എന്നിൽ ജയിക്കുവാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ആ പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്തിനും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഏത് പ്രതികൂലത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ആ യോഹന്നാനെ തകർക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? അവൻ ആത്മാവിൻ്റെ നിറവിലായിരുന്നു. പുതിയ നിയമസഭയ്ക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ നല്ല പരിശുദ്ധാത്മാവിനെയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന് പൗലോസ് പറഞ്ഞതെന്നറിയാമോ? അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എന്താണ് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാരുടെ പ്രാർത്ഥനയാണ്? പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മൾ ഓരോരുത്തരുമായ കർത്താവിൻ്റെ സഭ തിരിച്ചറിയണം. എന്താണ് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് ഞങ്ങളുടെ സഭയിൽ നിറയെ ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാർ, 800 വിശ്വാസികളുണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ മാതൃ ചർച്ച. അപ്പോൾ എല്ലാവരും ദൈവത്തെ ശക്തമായി ആരാധിക്കുന്നു, നൃത്തം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. എനിക്ക് മാത്രം ആത്മാവിൻ്റെ അഭിഷേകമില്ല. ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞായറാഴ്ച ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എന്നെ ആത്മാവിൽ നിറച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു, ചത്തു കളയുന്നു ദൈവത്തോട്. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, നമ്മളെന്താ പറയുക? ഭർത്താവിനോട് പറഞ്ഞ എനിക്ക് ഈ ഇപ്പോഴത്തെ കല്യാണത്തിനൊരു പട്ടുസാരി മേടിച്ചെന്നില്ലെങ്കിൽ ഞാൻ ചത്തു കളയും. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ടൂർ കൊണ്ടുപോയില്ലെങ്കിൽ ചത്തു കളയും. സ്തോത്രം. ആത്മീയ കാര്യങ്ങൾക്ക് വാശിയുണ്ടോ? ആ ഞായറാഴ്ച ഞാൻ ചെല്ലുകയാണ്, എല്ലാവരും ആരാധിക്കുന്നു, ഞാനും എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ ആരാധിക്കാനാണ്, എനിക്കറിയത്തില്ലല്ലോ, ആത്മാവിൻ്റെ ആരാധനൻ്റെ അനുഭവം ഇല്ലല്ലോ. ഞാൻ കര ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ജനത്തിൻ്റെ ഇടയിൽ, നിങ്ങളെപ്പോലെ വിശ്വാസികളെപ്പോലെ ഞാനും നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു വലിയ തിരമാല ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് വരികയാണ്. അത് വലിയ ഇടുത്തി പോലെ, ഇടിമിന്നൽ പോലെ വെള്ളപ്രകാശമായി വരികയാണ്. അത് വന്ന് എൻ്റെ മേൽ വീഴുകയും അത് പൂർണ്ണമായി രക്തമായി മാറി. ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് പിന്നെ ഒരു ഓർമ്മയില്ല. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ അന്യഭാഷയോടെ ഞാൻ കണ്ണു, കാരണം 3.5 മണിക്കൂർ കൊണ്ട്
ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എന്നെപ്പോലെ പലരും തറയിൽ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെപ്പോലെ ആഗ്രഹിച്ച് വന്ന പലരും ആ മീറ്റിങ്ങിനകത്തുണ്ടായിരുന്നു. അന്ന് അനേകരെ കർത്താവ് നിറച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വെറും ഒരു കയ്യടിയല്ല അന്യഭാഷ, വെറും ഒരു ആമിഷതും അല്ലെങ്കിൽ തുള്ളൽ മാത്രമല്ല അഭിഷേകം എന്ന് പറയുന്നത്. നാം അത് അനുഭവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അനുഭവിക്കുന്നവരായി തീരണം. അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നവരായി തീരണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ അഭിഷേകം പ്രാപിച്ചു മുന്നോട്ട് പോയി. ഒരു 3 മാസമായപ്പോൾ ദൈവാത്മാ പറഞ്ഞു, ദൈവവേലയ്ക്ക് വേണ്ടി ഒരു വിളിയുണ്ട്. അപ്പോൾ ഈ അഭിഷേകം കൊണ്ട്, അഭിഷേകത്തിൻ്റെ നിറവ് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് മാത്രം സുവിശേഷ വേലയും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു സ്പെഷ്യൽ ദൈവത്തിന് അനോയിൻമെൻറ്റ് വേണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ 21 ദിവസം ഉപവാസം നടക്കുകയാണ്. ഞാനൊരു 40 ദിവസം അതിനു മുമ്പേ തുടങ്ങി. 38ാമത്തെ ദിവസമായിട്ടും എനിക്ക് ആത്മാഭിഷേകം ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 38ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ആലയത്തിൽ പ്രാർത്ഥിക്കും, ദൈവമേ ഈ 40 ദിവസം ഉപവാസം കഴിഞ്ഞാലും എനിക്ക് നിന്റെ വേലയുടെ അഭിഷേകം കിട്ടത്തില്ലേ? അങ്ങനെ 39ാമത്തെ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ വന്നു. എല്ലാവരും എത്തുന്നുമ്പേ വന്നു, പായിലിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട്, കർത്താവേ, ഇന്ന് നിന്റെ ആത്മാഭിഷേകം, ശുശ്രൂഷയുടെ അഭിഷേകം നീ എൻ്റെ മേൽ തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഓടയിൽ എന്നെ തള്ളിയിട്ട് കൊല്ലണേ എന്ന് പറഞ്ഞു ദൈവത്തോട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അഭിഷേകം തന്നില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഓടയിലിട്ട് എന്നെ കൊന്നു കളയണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവമക്കളെ, അന്നുണ്ടല്ലോ ഞാൻ പ്രാപിച്ച ദൈവസാന്നിധ്യത്തിൻ്റെ അളവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം വെമ്പൽ കാണിക്കുന്നോ അതിനേക്കാൾ അപ്പുറമായി അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുവാനും ജീവിക്കുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. കേവലം ഒരു വിശ്വാസിയെപ്പോലെ ആരാധിച്ച് മടങ്ങാൻ ദൈവമക്കൾ ആഗ്രഹിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാഭിഷേകത്താൽ എന്നെ ഇന്ന് പകൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ്റെ പുത്തൻ അഭിഷേകത്താൽ അവൻ ഇന്ന് പകൽക്കാലം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്. ഈ യോഹന്നാൻ, ദൈവത്തിന് സ്തോത്രം, ക്രൈസ്തവ കൈരളിക്ക് കൈമാറിയ 5 പുസ്തകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ച യോഹന്നാൻ സുവിശേഷം, 1-ാമത്തെ പുസ്തകം യോഹന്നാൻ സുവിശേഷമാണ്. 2, 3, 4 പുസ്തകങ്ങൾ എന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. 5-ാമത്തെ പുസ്തകം എന്ന് ചോദിച്ചാൽ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് യോഹന്നാൻ ക്രൈസ്തവ കൈരളിക്ക് കൈമാറി. ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാൻ ദൈവത്തിന് സ്തോത്രം തൻ്റെ പുസ്തകം ചലിപ്പിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 5-ാം അധ്യായത്തിലെ ഭാഗമാണല്ലോ കഴിഞ്ഞ ദൈവത്തിന് സ്തോത്രം രാത്രി നമ്മൾ ചിന്തിച്ചത്. അവിടെ 38 വർഷം കൊണ്ട് കിടക്ക രോഗിയായ ഒരു മനുഷ്യൻ, 38 വർഷം. ഹല്ലേലൂയ. ചില്ലറ വർഷമൊന്നുമല്ല, 38 വർഷം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ചിന്തിച്ചു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബെഥെസ്ദ കുളക്കരയിൽ ഉള്ള ദൈവത്തിന് ആട്ടുവാതിലിനെ കുറിച്ചാണ് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ രാത്രി ഇല്ലാത്തവർക്ക് ഒരു അറിവിന് വേണ്ടി ഒരു അല്പം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആട്ടുവാതിൽ എന്ന് ചോദിച്ചാൽ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യെരൂശലേം ദേവാലയത്തിൻ്റെ ചുറ്റും ഒരു മതിലുണ്ട്. ആ മതിലിൽ 12 ഗോത്രത്തിനൊത്തവണ്ണം 12 വാതിലുകളുണ്ട്. ആ 12 വാതിലുകളിലെ 1-ാമത്തെ വാതിലാണ് ആട്ടുവാതിൽ. ദൈവത്തിന് സ്തോത്രം. ആ ആട്ടുവാതിൽ കഴിഞ്ഞാൽ പിന്നെ കുപ്പവാതിലുണ്ട്, മീൻവാതിലുണ്ട്, നീർവാതിലുണ്ട് തുടങ്ങിയ 12 വാതിലുകളിലെ 1-ാമത്തെ വാതിലാണ് ആട്ടുവാതിൽ. ഈ ആട്ടുവാതിൽ പണിതത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, യാഗമൃഗത്തെയും പിടിച്ചുകൊണ്ട് യാഗവസ്തുവിനെയും പിടിച്ചുകൊണ്ട് ദൈവാലയത്തിൽ കയറുവാനാണ് ഈ വാതിൽ ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ യാഗത്തെ കുറിക്കുന്നു, ശുദ്ധീകരണത്തെ കുറിക്കുന്നു. ഒരു ദൈവ പൈതൽ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുന്ന ഒരു കാന്തയെപ്പോലെ വാട്ടവും ചുളുക്കവും ഇല്ലാത്ത വിശുദ്ധ കന്യകയായ തൻ്റെ സഭയാകുന്ന മണവാട്ടി ഏത് സമയത്തും മണവാളനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, പ്രസംഗിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, പ്രവചനം കേൾക്കുന്നു, ദൂതുകൾ കേൾക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. ദൈവം നമുക്ക്
നമുക്ക് തരുന്നതെല്ലാം ശരിയാണ്. പക്ഷെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാണപ്രിയൻ വന്ന് ഒരു ദിവസം നമ്മളെ അങ്ങ് ചേർത്ത് കൊണ്ടുപോകും. ഹല്ലേലൂയ. അവന്റെ വരവ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കണ്ടോ, അവന്റെ വരവ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഹല്ലേലൂയ. ചിലർക്ക് ഇഷ്ടമേ അല്ല. സ്തോത്ര. കാര്യം എന്താ അറിയാമോ? വീടിന് ബേസ്മെന്റ് ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. അല്ലല്ലേ പറഞ്ഞാട്ടെ. സ്തോത്രം. മൂത്ത കൊച്ച് MBBS ഇപ്പോൾ ചേർത്തതേ ഉള്ളൂ. ഒരു പരിധിവരെ കടമെല്ലാം മാറി ഇപ്പോൾ ഒന്ന് സേവ് ചെയ്യുന്നേ ഉള്ളൂ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് സ്വസ്ഥമാകുമ്പോൾ ആര് വന്നാൽ മതി? യേശു വന്നാൽ മതി. ചിലർ പറഞ്ഞു അയ്യോ ഇപ്പോൾ ഒന്നും വരില്ലേ. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്, മമ്മിയുടെ അനിയത്തി. പുള്ളിക്കാരി പറഞ്ഞത് യേശു വരും, കാകള ഊതും, എന്നിട്ട് യേശു മാത്രം തിരിച്ച് പോകുന്ന കോളേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, യേശു വരും, കാകള ഊതും, എന്നിട്ട് യേശു തന്നെ ഒറ്റയ്ക്ക് പോകുന്ന കോളെ ഉള്ളെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്ലാത്തൂരല്ലേ, ക്ലാത്തൂര് ദൈവസഭയിൽ അങ്ങനെ ആകരുത്. കാകളം ധ്വനിക്കുമ്പോൾ ഒറ്റ എണ്ണം പാടില്ല. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ആരെങ്കിലും വെച്ച വീടിൻ്റെ ബേസ്മെൻറ്റ് കെട്ടിപ്പിടിച്ച് കിടന്നാൽ അമ്മ ശത്രുവിൻ്റെ അടി കൊണ്ട് നീ ഞെളിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആമിശ്വർ യേശു ഉയർത്തതുപോലെ നാമും ഒരു ദിവസം കണ്ണിമയ്ക്കുന്ന നേരത്ത് ഉയർത്തു പോകും. ഹല്ലേലൂയ. ഇവിടെ കെട്ടിപ്പടുത്തുയർത്തിയ സകല മാർബിൾ സൂതങ്ങളും സകല പണികളും വിട്ട് നമ്മൾ ഒരു ദിവസം കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടേണ്ടവരാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു എന്ന ആ വാതിൽ യാഗം എന്തിനെ കുറിക്കുന്നു? ശുദ്ധീകരണത്തെ കുറിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവമക്കളുടെ ഓരോ സെക്കൻഡിലും ശുദ്ധീകരണമുള്ളവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വാതിൽ പണിത ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് യാഗവസ്തുവിനെയും കൊണ്ട് ആലയത്തിൽ കയറുക. രണ്ടാമത്തെ പ്രത്യേകത, ഈ വാതിലിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ആട്ടുവാതിലിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, സംഗീത പ്രമാണിമാരും സംഗീത ഉപകരണവും കൊണ്ട് ഇതുവഴിയാണ് അവർ കയറിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ യാഗവും സംഗീതവും, ഹല്ലേലൂയ, എന്ന് ശുദ്ധീകരണവും ആരാധനയും. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ ഒരു വ്യക്തി അകത്ത് കയറുമ്പോൾ സംഭവിക്കേണ്ട രണ്ട് കാര്യമാണ്. ശുദ്ധീകരണം ഉണ്ടാകണം, അവന് തക്ക മഹത്വവും കൊടുക്കണം. ഹല്ലേലൂയ. ഇത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഈ വാതിൽ പണ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന വാക്കിന്റെ അർത്ഥം കൃപയെന്നാണ്. ഹല്ലേലൂയ. കൃപയെന്നാണ്, കൃപയുടെ വീടെന്നാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവിടെ കൃപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെ കനിവില്ലാത്ത നിലവാരത്തിൽ രോഗികൾ, അവിടെ കുറെ രോഗികളുടെ പട്ടിക എഴുതിയിട്ടുണ്ട്. കുഷ്ഠരോഗികൾ, ഹല്ലേലൂയ, ക്ഷയരോഗികൾ, പിന്നെ മുടന്തർ, ചെകിടർ, ദീനാരോധനം, ദീനാരോഗികൾ, അനേക രോഗികളുടെ വലിയൊരു കൂട്ടമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു വരുമ്പോൾ കാണുന്നത് കുഷ്ഠരോഗികളും മുടന്തരും ചെകിടരും പലവിധമായ രോഗബന്ധനത്തിലിരിക്കുന്നവർ. ആ കൃപ എന്ന് പറയുന്ന വീടിന്റെ, കൃപ എന്ന ആ കുളത്തിന്റെ സൈഡിൽ കൃപയില്ലാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൃപ നഷ്ടപ്പെട്ടു, ചേതന നഷ്ടപ്പെട്ടു. അവരോട് ആർക്കും കനിവില്ല. എന്നാൽ അവരോട് കനിവ് കാണിക്കേണ്ടതിന് യേശു ക്രിസ്തു ആ ബെഥെസ്ദ എന്ന കുളക്കരയിലേക്ക് അവൻ നടന്നു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നാം ഒന്നിനെയും തേടി പോകണ്ട. കർത്താവ് നമ്മളെ തേടി വന്നവനാകയാൽ നമ്മുടെ ജീവിതത്തിലെ സൗഖ്യവും വിടുതലുകളും അനുഗ്രഹങ്ങളും അവൻ നമ്മുടെ അടുക്കലെത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഇന്ന് പകൽക്കാല കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ കൃപ നഷ്ടപ്പെട്ടെടുത്ത്, കൃപ ഇല്ലാത്തടുത്ത്, കനിവില്ലാത്തടുത്ത്, ആ കൃപയുണ്ടെന്ന പേരുണ്ടെങ്കിലും അവിടെ കർത്താവ് ഇറങ്ങി വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതാണ്. നമുക്കറിയാം, ഈ ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് വെയിലാറുന്ന സമയത്ത് അവരോട് എന്ന് സംസാരിക്കാനായി തോട്ടത്തിൽ
ഇറങ്ങി വന്നു ഇല്ലേ? ആദാം ഹവ്വയും സംസാരിച്ചില്ലേ? സംസാരിക്കൂ കർത്താവിനോട്. കർത്താവിനോട് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിനോട് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. കർത്താവ് സംസാരിക്കാൻ, അവർ ദൈവത്തോട് സംസാരിക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ കർത്താവ് വെയിലാറുന്ന സമയത്ത് എല്ലാ ദിവസവും ഇറങ്ങി വന്നു. ഇനി പാപം ചെയ്ത ശേഷമോ? വന്നോ? പാപം ചെയ്ത ശേഷവും കർത്താവ് എന്ത് ചെയ്തു? തോട്ടത്തിൽ ഇറങ്ങി വന്നു. ആരോട് സംസാരിക്കാൻ? അല്ലേ പറഞ്ഞാണ്ടേ. പക്ഷെ ആദാം എവിടെ ഇരിക്കുന്നു? പറഞ്ഞേ, ഒളിച്ചിരിക്കുന്നു. കാര്യം എന്താ? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട യോഗ്യത ആർക്കില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞു. അല്ലേ പറഞ്ഞാണ്ടേ. ഞാനിത് പകൽക്കാലം പറഞ്ഞു വരുന്നത്, അവനോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ, അവന് നേർക്ക് നേരെ നിന്ന് സംഭാഷിക്കാനുള്ള അധികാരത്തിലേക്ക്, ആ പദവിയിലേക്ക് ദൈവമക്കൾ അടുത്ത് ചെല്ലണമെന്നുള്ളതാണ്. അതാ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന, ഏത് സമയത്തും അവൻ്റെ കൃപാസനത്തിലേക്ക് കയറി ചെല്ലുവാൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, അപ്പനും മക്കളും എന്നുള്ള പദവിയിലേക്ക് നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്ന ആ 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിൽ അവിടെ ഇരിക്കുന്നു, ആട്ടുവാതിക്കൽ ബെഥെസ്ദ മതി. അവിടെ ഇരിക്കുന്നു, ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്നൊരു കുളം അവിടെ ഉണ്ട്. അല്ലല്ലോ പറഞ്ഞാട്ടെ, ഒരു കുളം അവിടെ ഉണ്ട്. പക്ഷേ ഈ കുളം അവിടെ ഉണ്ടെങ്കിലും കിടക്കുന്ന 38 വർഷം കൊണ്ട് കിടക്കുന്ന ഇവന് ഈ കുളം ഒരു പര്യാപ്തമല്ല, അവന് പ്രയോജനമല്ല. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, എന്തൊക്കെ ചിലത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, പക്ഷേ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിയല്ല, നമുക്കത് പ്രയോജനമല്ല. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, അപ്പോൾ നമുക്ക് പ്രയോജനമല്ലാത്തതിനെ പ്രയോജനമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് പര്യാപ്തമല്ലാത്തതിനെ ദൈവം നമുക്ക് പര്യാപ്തമാക്കി വരുത്തും. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് പര്യാപ്തമല്ലാത്ത ആ ഉറവയെ സ്വർഗത്തിലെ ദൈവം നമുക്ക് പര്യാപ്തമാക്കി തരാൻ പോകുകയാണ്. എന്തൊക്കെ ചിലത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, ആ കുളം അവിടെ ഉണ്ട്, പക്ഷെ ഉള്ള കുളം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. എന്നാൽ പ്രയോജനമില്ലാത്ത കുളത്തെ പ്രയോജനമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി അവൻ ചലിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തൊക്കെ ചിലത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് പ്രയോജനമല്ല. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ എലീശ പ്രവാചകന്റെ ഹല്ലേലൂയ, എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ മരിച്ചു. ഹല്ലേലൂയ. എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ മരിച്ചപ്പോൾ അവന്റെ ഭാര്യ ദൈവത്തിന് ഒരു ദിവസം വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്നപ്പോൾ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് കടം വാങ്ങിച്ചിരുന്നു. ഹല്ലേലൂയ. ആ കടക്കാരിപ്പോൾ അവന്റെ വീട്ടിൽ വന്ന് ഹല്ലേലൂയ അവിടെ നിർബന്ധിക്കുകയാണ്. എന്താണ്? ആ കടം തിരിച്ചു കൊടുക്കണം. പക്ഷേ ഇവൾക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള നിർവാഹമില്ല. ഹല്ലേലൂയ. ആ കടം വീട്ടുവാനുള്ള നിർവാഹം അവൾക്കില്ല. അതുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിനക്ക് കടം വീട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ മക്കളെ ഞാൻ പിടിച്ചു കൊണ്ടുപോകാൻ പോകുകയാണ്. അടിമയായി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് തരാനുള്ള പണത്തിനൊത്തവണ്ണം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജോലി ചെയ്തോളാം. അങ്ങനെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ നിൽക്കുമ്പോൾ അവൾ ഈ കടക്കാരോടൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിൽക്ക്, എനിക്ക് ഒരല്പം അവസരം തരണം, എനിക്ക് ഒരാളെ കാണാനുണ്ട്,
കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തു. അവൾ ഉടനെ എന്തെന്നറിയാമോ? മക്കളെ വീട്ടിനകത്തിട്ട് പൂട്ടിയിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എലീശ പ്രവാചകന്റെ അടുക്കൽ ഓടാൻ തുടങ്ങി. ഓടി എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് വിളിക്കുകയാണ്, യജമാനനെ എന്നെ രക്ഷിക്കണം, ഹല്ലേലൂയ, എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുകയാണ്. വീട്ടിന്റെ മുമ്പിൽ ആര് നിൽപ്പുണ്ട്? മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ കടക്കാര് നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്തൊക്കെയോ പ്രതിസന്ധികൾ കണ്ടിട്ടല്ലേ ഇന്ന് പകൽക്കാലം ഈ ആരാധന വന്നിരിക്കുന്നത്? ഏതൊക്കെയോ പ്രതികൂലങ്ങൾ കണ്ടിട്ടല്ലേ ഇന്ന് പകൽക്കാലം ദൈവത്തെ നീ ആരാധിക്കുന്നത്? അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൾ പറഞ്ഞ മറുപടി കേട്ടോ, ദൈവത്തിന് സ്തോത്രം, എന്റെ ഭർത്താവ് നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനെന്ന് നീ അറിയുന്നില്ലയോ? എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ ഒരു പറഞ്ഞേ യഹോവ ഭക്തനെന്ന് നീ അറിയുന്നില്ലയോ? പൊന്നു സഹോദരിമാരെ, വേറെ ആര് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഭർത്താവെങ്കിലും പറയണം, എൻ്റെ ഭാര്യ ഒരു യഹോവ ഭക്തയായ സ്ത്രീയാണെന്ന്. അല്ലല്ലോ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കയ്യിൽ ഈ മൈക്ക് കൊടുത്താൽ നിങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞ എന്തോ ആയിരിക്കും പറയുന്നത്? പൊന്നു പാസ്റ്ററേ, ആ മൈക്ക് അങ്ങേരെ കയ്യിൽ കൊടുക്കല്ലേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. സഹോദരന്മാരെ, വേറെ ആര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയെങ്കിലും പറയണം, എൻ്റെ ഭർത്താവ് ഒരു യഹോവ സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ലാതെ അങ്ങ് വീട്ടിൽ നിന്ന് ദൂരേന്ന് വരുമ്പോൾ മക്കളെ അകത്ത് കയറിക്കുന്ന കാലമാടൻ ദാ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറ. സ്തോത്രം, സ്തോത്രം. ചില സഹോദരിമാർ ഭർത്താക്കന്മാരൊക്കെ വിളിക്കുന്ന കാലമാടൻ, മുതുക്കൻ, കിഴങ്ങൻ, സ്തോത്രം പറഞ്ഞാട്ട്, അങ്ങേര്, അവൻ. ഇനി നിങ്ങൾ കൂട്ടിക്കോ നിങ്ങളൊക്കെ വിളിക്കുന്നു. ഞാൻ നോർമലി ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ചിലർ പിന്നെ ഇതിലൊന്നും അല്ല നിൽക്കുന്നത്, വേറെയാ. അന്യഭാഷയിലൊക്കെ അവരെ തെലുങ്കും കന്നഡയിലൊക്കെ അവർ പോകുന്ന. ദൈവത്തിന് സ്തോത്രം. അത് വിട്ടിരിക്കുന്നു. തിരുമേശ എടുക്കുന്ന അധരം കൊണ്ട് നീ തെറി വിളിക്കരുത്. ദൈവത്തിന് സ്തോത്രം. തിരുമേശ എടുക്കുന്ന അധരം കൊണ്ട് നിന്റെ അധരത്തിൽ നിന്ന് ആകാത്തത് വരരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൾ പറഞ്ഞു കേട്ടു, എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനെന്ന് നീ അറിയുന്നല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിലിപ്പോൾ കടക്കാർ വന്ന് നിൽക്കുകയാണ്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഈ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കളെ അടിമയായി പിടിച്ചുകൊണ്ടു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് ശക്തമായി പറയാം. നമ്മൾ കാണാത്ത മേഖലകളിൽ നമ്മുടെ തലമുറകളെ ഒതുക്കാൻ പിശാച് പല തവണകൾ പല വട്ടം കൂട്ടിയിട്ടിരിക്കുക. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവസഭ, ദൈവമക്കൾ, മാതാപിതാക്കൾ തലമുറയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു പോകണം. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറ ജീവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ജീവിച്ച കാലഘട്ടം പോലെയല്ല നമ്മുടെ തലമുറകൾ. അടുത്തൊരു കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ശക്തമായി ഉപവസിക്കുകയും അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ കണ്ണുകൾക്ക് എത്താത്ത സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവർ പോകുന്ന മേഖലകളിൽ ദൈവവരെ ഉപദേശിക്കുവാൻ, അവർ പോകുന്ന മേഖലകളിൽ ദൈവവരെ സംരക്ഷിക്കുവാൻ ദൈവമക്കൾ, മാതാപിതാക്കൾ തലമുറയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം ദിവസങ്ങളിൽ. ഹല്ലേലൂയ. എലീശ പറഞ്ഞു കേട്ടോ, നിന്റെ പക്കൽ എന്തോ ഉണ്ട്? അവൾ പറഞ്ഞ മറുപടി, എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. എലീശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മതി, അത് മതി, നീ വീട്ടിലോട്ട് ചെല്ല്. അയൽവക്കത്ത് നിന്ന് വെറും പാത്രങ്ങൾ വാങ്ങിച്ച് നീ വീട്ടിലോട്ട് കയറ്. നിന്റെ മക്കളെയും കൂടെ കൂട്ടിക്കോ കേട്ടോ. മക്കളെയും കൂടെ കൂട്ടി കതകടച്ച് നീ പ്രാർത്ഥിക്ക്. ദൈവത്തിന് സ്തോത്രം. എലീശ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ വീട്ടിൽ ചെല്ല്, വെറും പാത്രങ്ങളെ വാങ്ങിക്ക്, വീട്ടിനകത്ത് കയറ്, മക്കളുമായി കതകടയ്ക്ക്. എത്ര പേർ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? സ്തോത്രം.
ചിലർക്കൊരു കുഴപ്പമുണ്ട്, ഞായറാഴ്ച പിള്ളേരെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടും, പിള്ളേരെ നേരെ ട്യൂഷന് പറഞ്ഞു വിടും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് തലമുറയില്ല, സന്ധ്യപ്രാർത്ഥനയ്ക്ക് പിള്ളേരില്ല, സഭായോഗത്തിന് പിള്ളേരില്ല, ഉണർവ് യോഗത്തിന് പിള്ളേരില്ല. ആവശ്യം ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയെ എല്ലാ യോഗങ്ങളിലും കൊണ്ടിരുത്തണം. അവരൂടെ കാണണം ഇവിടെ നടക്കുന്ന അത്ഭുതം, അവർ അനുഭവിക്കണം ഈ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എലീശ പറഞ്ഞിട്ടോ അവരെയും കൂടെ കൂട്ടി കതകടച്ച് പ്രാർത്ഥിക്കാൻ. ദൈവം എന്ന് പറഞ്ഞാൽ എണ്ണ പകരുമ്പോൾ നീ മാത്രം അത്ഭുതം കണ്ടാ പോരാ, അടുത്ത എൻ്റെ നാമം ചുമക്കേണ്ട നിന്റെ തലമുറ ഈ അത്ഭുതം കണ്ടവർ വളരണം. ഹല്ലേലൂയ. അങ്ങനെ ഇവൾ വീട്ടിൽ ചെന്ന് അയൽവക്കത്തുനിന്ന് വെറും പാത്രങ്ങൾ എടുത്ത് ആവശ്യം വീട്ടിനകത്ത് മക്കളുമായി കതകടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ഭരണി എണ്ണ അടുത്ത പാത്രത്തിലോട്ട് ഒഴിച്ച് തിരിച്ചു വെച്ചപ്പോൾ ആ ഒഴിഞ്ഞ പാത്രം നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഒഴിക്കുന്നു, വെക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പാത്രത്തിന്റെ എണ്ണം തീർന്നപ്പോൾ എണ്ണയുടെ ഒഴുക്കും നിന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഭരണി എണ്ണ നിനക്ക് പര്യാപ്തമല്ല, പക്ഷേ എൻ്റെ ദൈവം അതിനെ പര്യാപ്തമാക്കി തരാൻ പോകുകയാണ്. അത് നിനക്ക് ഉപയോഗമാക്കി തീർക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ നിന്റെ കടം വീട്ടുവാൻ തക്കതായ നിലവാരത്തിൽ ദൈവം നിനക്കുള്ള ചെറിയ സമ്പത്തിനെ, ചെറിയ ജോലിയെ, ചെറിയ ആരോഗ്യത്തെ, ഒരു ചെറിയ കൃപയെ എൻ്റെ ദൈവം വർദ്ധിപ്പിച്ച് അതിനെ വലിയ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു ചെറിയ ഭരണി എണ്ണ അവക്ക് പര്യാപ്തമല്ലായിരുന്നു, പക്ഷെ സ്വർഗത്തിലെ ദൈവം പര്യാപ്തമാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, ഇസഹാക്ക് തൻ്റെ ഹല്ലേലൂയ അപ്പൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷാമം ഫെലിസ്ത്യൻ്റെ മണ്ണിൽ വന്നപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായി. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, രണ്ടാമത്തെ ദൂത് ഒന്ന് തലമുറയെ പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുന്ന ശക്തികളുടെ നടുവിൽ ദൈവം ജയം കൊടുത്തു. രണ്ട്, പിതാക്കന്മാർ ഒരുക്കി വെച്ച പിതാക്കന്മാർ ജയിച്ച അതേ പ്രതികൂലം അടുത്തൊരു തലമുറ അനുഭവിക്കേണ്ടി വന്നു. അവിടെ ഇരിക്കുന്നത് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്നത് പോലൊരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിതാവ് അനുഭവിച്ച അതേ ഞെരുക്കം ആരനുഭവിക്കേണ്ടി വരുന്നു? അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്. ആ കടബാധ്യത നിങ്ങളുടെ മക്കൾ വളർന്നു വന്നപ്പോൾ അവരും ചുമക്കുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മക്കൾ വളർന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടയ്ക്കാൻ വയ്യ, അതിന് പകരം ആരാ അടയ്ക്കുന്നത്? എന്നുവെച്ചാൽ നിങ്ങൾ ഏത് പ്രതികൂലത്തിലൂടെ പോയോ അതേ പ്രതികൂലത്തിലൂടെ ആര് കടന്നു പോകുന്നു? തലമുറ കടന്നു പോകും. ഇതിനെ പൊട്ടിക്കണ്ടേ? ഇത് പൊട്ടണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ക്ഷാമകാലത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഇസഹാക്ക് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആ വെണ്ടി കീറിക്കിടക്കുന്ന വയൽപ്പാടത്തിലേക്ക് കുറച്ച് വിത്തും കലപ്പ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിതയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചിലർ ചോദിച്ചു, മണ്ട ഇസഹാക്കേ, ക്ഷാമകാലത്താണോ നീ വിതയ്ക്കാൻ പോകുന്നത്? നിന്നെ ആര് ഉൾക്കൊള്ളാനാ? ദൈവത്തിന് സ്തോത്രം. ഈ മണ്ടത്തരം കാണിച്ച് ആരാ ഉൾക്കൊള്ളുന്നത്? അല്ലല്ലോ പറഞ്ഞാണ്ട് നമ്മളാണെങ്കിൽ ഉൾക്കൊള്ളുവോ? മഴയില്ല, വെണ്ട് കീറി കിടക്കുന്ന വെയിൽപ്പാടത്ത് അതിനെ ഇളച്ചു മെതുക്കി വിത്തിട്ടാൽ അത് പൊടിക്കുമെന്ന്, അത് കിളിർക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ക്ഷാമകാലത്ത്? ഒരല്ലേ പറഞ്ഞാട്ടെ. പക്ഷെ ഇസഹാക്ക് വിശ്വസിച്ചു. ഇസഹാക്കിന് അറിയാം, എൻ്റെ വിത്തിനെ മുളപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ്റെ വയൽപ്പാടങ്ങൾ വെണ്ടുകീറി കിടക്കുമ്പോൾ ഇസഹാക്ക് വിതച്ച ആ വയലിൽ വിത്തുകൾ മുളച്ചെന്ന് പറഞ്ഞാൽ മഴയില്ലെങ്കിലും നോഹയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത് മഞ്ഞ് പൊങ്ങി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം നിർത്തലാക്കിയത്
ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ ഇസഹാക്കിന് വേണ്ടി ഒരിക്കൽ കൂടെ കർത്താവ് ചെയ്യാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചെങ്കടൽ മോശയുടെ കാലഘട്ടത്തിൽ പിളർന്നു, ഇനി പിളർക്കില്ല എന്ന് പറയരുത്. യോർദാൻ രണ്ടായി കീറി മുറിക്കപ്പെട്ടു, ഇനി അത് കീറി മുറിക്കപ്പെടുന്നത് പറയരുത്. ഒരു പക്ഷേ അഞ്ചപ്പവും 2 മീനും യേശുവിന്റെ കാലഘട്ടത്തിൽ വാഴ്ത്തി നുറുക്കിയപ്പോൾ 5000 പേർക്ക് കൊടുത്തു, അത് അവിടം കൊണ്ട് തീരുന്നെന്ന് ചിന്തിക്കരുത്. നമ്മുടെ കാലഘട്ടത്തിലും ദൈവത്തിന് ചെയ്യണമെന്ന് തോന്നിയാൽ അവൻ അത് ചെയ്യും. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ ചെയ്ത അതേ അത്ഭുതം ഇസഹാക്കിന്റെ വയലിൽ മഞ്ഞു പൊങ്ങി അവന്റെ വിത്തുകൾ കിളിർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് 30, 60, 100 മേനി ഫലം കൊടുക്കുന്ന നിലവാരത്തിൽ സ്വർഗം അതിനെ ആക്കി തീർത്തു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതേ ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ അബ്രഹാം കുഴിച്ച ഒരു ഉറവയുണ്ടായിരുന്നു. ഫെലിസ്ത്യൻ അതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഇസഹാക്ക് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്തറിയാമോ? തൻ്റെ ആൾക്കാരെ കൊണ്ട് ആ കിണറ്റിൽ നിന്ന് മണ്ണെല്ലാം എന്ത് ചെയ്തു? ചപ്പും ചവറും കല്ലെല്ലാം എടുത്ത് മാറ്റി കുഴി നമത്തി ആ ഉറവയെ തെളിച്ചെടുത്തു. അല്ലല്ലോ പറഞ്ഞാട്ടെ, തെളിച്ചെടുത്തപ്പോൾ ആര് വരുന്നു? ഫെലിസ്ത്യൻ വന്നിട്ട് പറയാണ്, ഇത് ഞങ്ങൾക്ക് വേണം. ഇസഹാക്ക് ഇത് എൻ്റെ അപ്പൻ കുഴിച്ചതാണ്, ഇത് അപ്പൻ കുഴിച്ചത് എനിക്കുള്ളതാണ്, ഇത് ഞാൻ തരത്തില്ല. ഫെലിസ്ത്യൻ പറഞ്ഞ് പറ്റത്തില്ല, ഇത് നിനക്ക് തരാൻ പറ്റത്തില്ല. ഇസഹാക്ക് അടി ഉണ്ടാക്കാതെ അപ്പുറത്തോട്ട് മാറി മറ്റൊരു ഉറവ കുഴിച്ചു. അതും ഫെലിസ്ത്യൻ അവകാശം പറഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമതിനും ഉറവ കുഴിച്ചു. അതിനെ അവകാശമാക്കാൻ വന്നപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, കഴിഞ്ഞ 2 പ്രാവശ്യം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കി ഞാൻ തെളിച്ചെടുത്ത എൻ്റെ ഉറവയെ, എൻ്റെ അവകാശമെന്ന എൻ്റെ അപ്പൻ്റെ ഉറവയെ നിങ്ങൾ അവകാശം പറഞ്ഞു. പക്ഷേ ഈ മൂന്നാമത് കുഴിച്ച ഈ ഉറവ ഞാൻ തരത്തില്ല, ഇതെൻ്റെ അവകാശമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബയോത്ത് പേരിട്ടു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പന്റെ ഉറവ നമുക്ക് പര്യാപ്തമല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് രഹബയോത്തിന്റെ ഉറവയെ സ്വർഗം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കരങ്ങൾ അടിച്ചെന്ന് പകൽക്കാലം ദൈവത്തോട് പറ, എനിക്ക് പര്യാപ്തമല്ലാത്ത ആ ഒരു ഭരണി എണ്ണയെ എനിക്ക് പര്യാപ്തമാക്കുന്ന ദൈവം. അപ്പന്റെ ഉറവകൾ പര്യാപ്തമല്ലെങ്കിലും എനിക്ക് പര്യാപ്തമാക്കുന്ന രഹബയോത്തിന്റെ ഉറവ തുറക്കുന്ന ദൈവം. ഞാൻ ജീവിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരനായ എന്റെ സർവശക്തനായ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്. എന്തൊക്കെ ചിലത് ഉണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് പര്യാപ്തമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിനെ പര്യാപ്തമാക്കി തരുന്ന, നിനക്ക് പ്രയോജനമാക്കി തരുന്ന എന്റെ കൃപയെ ഞാൻ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പകൽക്കാലം സ്വർഗം ദൂത് കൈമാറുകയാണ്. ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി അവൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, പര്യാപ്തമല്ലാത്ത ആ ഉറവയെ ദൈവം പര്യാപ്തമാക്കി കൊടുത്തു. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പോൾ ഈ 38 വർഷം കൊണ്ട് കിടക്കരോഗിയായ പക്ഷപാതക്കാരനായ ഈ മനുഷ്യൻ കിടക്കുന്നത് ആ ഉറവയിലാണ്. ഒരു ദിവസം 1-ലധികം പ്രാവശ്യം ദൂതനിറങ്ങി കുളം കലക്കും. പക്ഷെ ആദ്യം ചാടുന്നവനാ വിടുതല്. ഇവൻ ആദ്യം ചാടാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 38 വർഷം കൊണ്ടൊരു കുളത്തിൽ ചാടാൻ ശ്രമിച്ചൊരു മനുഷ്യൻ. അല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ലേലൂയ. ഒരു അല്ലേലൂയ പറ. 38 വർഷം കൊണ്ട് കുളത്തിച്ചാടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവൻ. നമ്മളാണേലോ ഒരാഴ്ച നോക്കും, പിന്നെ അടുത്ത സഭ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. വേണമെങ്കിൽ പാസ്റ്റർ കൃപയില്ലെന്ന് പറയുകയും ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ആ സഭയിലോട്ട് പോകണ്ട കേട്ടോ, പുള്ളിക്ക് വലിയ കൃപയൊന്നും. സ്തോത്രം. ചിലർ നിങ്ങളെക്കുറിച്ചല്ല, പറയുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം പറഞ്ഞാട്ടെ. 38 വർഷം കൊണ്ട് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കുളത്തിൽ ചാടാൻ. ആ കുളത്തിൽ ചാടിയാലേ വിടുതലുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയോ, ആ ഉറവ അവന് പര്യാപ്തമല്ല. പക്ഷെ യേശു അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് അറിഞ്ഞിട്ട് യഥാർത്ഥ ജീവന്റെ ഉറവ അവൻ്റെ അടുക്കലേക്ക് വന്നു നിന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അടുത്തൊരു ദൂത് പറയാം, കർത്താവ് നിന്റെ
അടുക്കൽ വന്ന് നിൽക്കുക. നീ ചാടണ്ട, നിന്നെ അവൻ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന അവനോട് നിന്നെ കിടക്കയെടുത്ത് നടക്ക. അങ്ങനെ ഇരിക്കുന്ന കിടക്കയെടുത്ത് നടക്ക. അവൻ ചാടി കിടക്കയെടുത്തുകൊണ്ട് എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, 38 വർഷം കൊണ്ട് ആമയെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? കുളത്തിച്ചാടി സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അപ്പം ഈ കുളത്തിച്ചാടി സൗഖ്യം പ്രാപിച്ചവരെല്ലാം അവരുപയോഗിച്ച ചോറ്റുപാത്രവും തലേണയും ബെഡും പുതപ്പും എല്ലാം ആർക്ക് കൊടുത്തിട്ട് പോവും? ഇവന് കൊടുത്തിട്ട് പോവും. ഇതെല്ലാം കൂടെ ശേഖരിച്ച് ഇപ്പോൾ ഇവൻ എന്തോ നടത്തുന്നുണ്ട്? ഇപ്പം ബെദേസ്ത ടെക്സ്റ്റൈൽസ് നടത്തിക്കൊണ്ടിരിക്കുകയവൻ. ഒരു വലിയ ബെദേസ്ത ടെക്സ്റ്റൈൽസ് നടത്തിയവൻ. ഇവൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്, ഇതെല്ലാം വേറൊരാൾക്ക് കൊടുത്തിട്ട് എനിക്കിനി എന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞാൽ, സ്തോത്ര കർത്താവ്, എൻ്റെ കൈ കൊണ്ട് നിനക്ക് വാരി വിതറിക്കൊടുക്കാൻ എന്നെ നീ എന്നൊന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കും. ആമേ. അപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് കർത്താവ് അതുവഴി നടന്നു വന്നു. ഹല്ലേലൂയ. അവനെ കണ്ടിട്ട് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് അറിഞ്ഞിട്ട് കർത്താവ് അവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോഴവൻ പറയേണ്ട മറുപടി എന്താണ്? എനിക്ക് മനസ്സുണ്ടെന്നല്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണ്ടേ? അതിന് പകരം അവൻ എന്താ പറഞ്ഞത്? കർത്താവേ, ദൂതൻ കുളങ്കലക്കുമ്പോൾ എനിക്ക് മുന്നേ മറ്റൊരുത്തൻ ചാടുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവില്ല എന്ന് അവൻ തന്നെത്താൻ സമ്മതിച്ചു. എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നേ ഉള്ളൂ, എനിക്കൊന്നിനും കഴിവില്ല. കഴിവില്ലാത്തവനായി, കഴിവുകെട്ടവനായി ഞാനിതാ കിടക്കുന്നു. കർത്താവ് പറഞ്ഞു, എനിക്ക് അത് ആവശ്യം. നിന്റെ കഴിവുകളല്ല എനിക്ക് ആവശ്യം. നിന്റെ കഴിവുകേടിൻ്റെ ഇടയിൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാല കഴിവുള്ളവരെ ദൈവത്തിന് വേണ്ട. കഴിവില്ല എന്ന് സമ്മതിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ ഇന്ന് പകലിൽ ഏൽപ്പിക്കാൻ തയ്യാറാണോ? സ്വർഗം ഇന്ന് പകൽക്കാലം നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ കിടക്കയെടുത്ത് ചാടി കുതിച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, നിന്റെ കിടക്കുന്ന ഇടത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ യേശു ഇന്ന് പകൽക്കാലം നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ ഒന്ന് കുതിച്ചെഴുന്നേൽപ്പിക്കാൻ, ആത്മീക തലത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ, ഭൗതിക തലത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ. ശത്രുക്കളുടെ മുമ്പിൽ തല കുനിച്ചു പോയത് മതി. ഇനി തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ചില വിടുതലിന്റെ കരത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചുന്ന പകലിൽ ആമേൻ പറ. ദൈവത്തിന്, എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതാണ്, അവൻ ആലയത്തിനകത്ത് വന്നപ്പോൾ ചിലർ ചോദിച്ചു, ഇന്ന് നിന്നോട് സൗഖ്യം പ്രാപിക്കാൻ ആരാ പറഞ്ഞത്? അവന്റെ മറുപടി, എനിക്കവനെ അറിയില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കവനെ അറിയില്ല. സ്തോത്രം. 14-ാമത്തെ വാക്യം കഴിഞ്ഞ് 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഇരിക്കുന്നു, അവൻ പിന്നെ ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞു. എവിടെ വെച്ച് കണ്ടു? ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടു. അപ്പൊ സൗഖ്യം പ്രാപിച്ചവൻ യേശുവിനെ കണ്ടു. എൻ്റെ ചോദ്യം, നമ്മൾ യേശുവിനെ കാണുമോ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 38 വർഷം കൊണ്ട് കുളക്കരി കിടന്ന ഇവൻ്റെ അടുക്കൽ യേശു വന്ന് എഴുന്നേൽപ്പിച്ച് ആലയത്തിൽ കൊണ്ടുപോയി തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ നന്മ പ്രാപിച്ച് അവൻ ഒടുവിൽ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. എൻ്റെ ചോദ്യം, നമ്മൾ യേശുവിനെ കാണുമോ? സ്തോത്രം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു,
അഭിഷേകത്തിൽ നിറഞ്ഞു, ദൈവസഭയുമായി അംഗത്വത്തിൽ മുന്നോട്ട് പോകുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരുന്നു, പ്രാർത്ഥിക്കുന്ന ഒന്നിനും ദൈവം മറുപടി തരാതിരിക്കുന്നില്ല. ദൈവം നമ്മളെ അതിശയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മീക തലങ്ങളിലെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ചോദ്യം അതല്ല, നിന്റെ കണ്ണ് യേശുവിനെ കാണുമോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കണ്ണ് കർത്താവിനെ കാണുമോ? ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതും കൈയടിച്ചതും അന്യഭാഷ പറഞ്ഞതും വചനം കേട്ടതെല്ലാം വൃഥാവായി പോകും. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഒരു ചിന്ത ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് ഞാൻ ഇടുകയാണ്. എൻ്റെ കണ്ണ് യേശുവിനെ കാണുമോ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ കണ്ടില്ലെങ്കിൽ, യേശുവിനെ കണ്ടില്ലെങ്കിൽ, അവൻ്റെ കാഹള ശബ്ദം കേട്ടില്ലെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോകും. നിത്യ നരകത്തിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. ഈ 38 വർഷം കൊണ്ട് ബെഥെസ്ദ കുളക്കരയിൽ കിടന്നവൻ യേശു സൗഖ്യം കൊടുത്തു, ആലയത്തിൽ വന്നു, ഒടുവിൽ അവൻ യേശുവിനെ കണ്ടു. എൻ്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ കണ്ണ് അവനെ കാണുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാനുള്ള ഊർജം, അവൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാനുള്ള കൃപ നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം കർത്താവ് പകരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ആമേൻ, നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടതുപോലെ അവൻ്റെ ആത്മപ്രവാഹത്തിലേക്ക്, അവൻ്റെ ആത്മസാന്നിധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേർ കണ്ണുകളടച്ചു പ്രാർത്ഥിക്കും? ദൈവസന്നിധിയിൽ ആമേൻ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ, ദൈവ സാന്നിധ്യം പകരട്ടെ. കണ്ണുകളടച്ച് ദൈവത്തോട്, കർത്താവേ, നിന്റെ വരവിന് തടസ്സമായി, നിന്റെ വരവിന് ഒരുങ്ങാതെ വണ്ണം, നിന്റെ വരവിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്, എന്നെ കഴുകണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനതകൾ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യത്തെ ക്ഷമിക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, വിചാരത്തിൽ, പോക്കിൽ, വരവിൽ, കൊടുക്കൽ, വാങ്ങൽ, നിരൂപണങ്ങളിൽ വന്നുപോയ സകല പാപങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ, ശരീരത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒടുവിൽ അവൻ ആലയത്തിൽ വെച്ച് അവനെ കണ്ടു, അവനെ കണ്ടു, അവനെ കണ്ടു, യേശുവിനെ കണ്ടു. നാമും കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം ആഗതമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. മരിച്ചവർ മുൻപേയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമും ഒരുമിച്ച് വാനമേഘങ്ങളിൽ അവനെ കാണുവാൻ, എതിരേൽക്കുവാൻ നാം ഉയർക്കപ്പെടാൻ സമയമായി. അതിന് തടസ്സമായി ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഓ ജീസസ്. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആരോടെങ്കിലും പിണക്കമുണ്ടോ? ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? ആരോടെങ്കിലും കയ്പുണ്ടോ? ആരോടെങ്കിലും അസൂയുണ്ടോ? ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? ദൈവത്തോട് പറ, കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണമേ, എന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് വെടിപ്പാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു, ഞാൻ ഈ പ്രാരംഭ സമയത്ത് പറഞ്ഞതുപോലെ ഒരു അമിതമായ ആത്മസാന്നിധ്യത്തിൽ എനിക്ക് നിറയണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എന്നിൽ നിറയണമെന്ന് ആഗ്രഹമുണ്ട്.
അതിനുവേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കര ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു അമിതമായ ആത്മസാൻ കര ഉയർത്തിപ്പിടിച്ചാട്ടെ, കര ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു പുത്തൻ ശക്തി എൻ്റെ മേൽ ഇന്ന് പകൽക്കാലം പകരണം. കര ഉയർത്തിപ്പിടിച്ച് പകുതിയല്ല മുഴുവനായി ഉയർത്തിപ്പിടിച്ചാട്ടെ, ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ഉയർത്തിപ്പിടിച്ചവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഇരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, ആ കരമുയർത്തിപ്പിടിച്ചവർ മാത്രം എഴുന്നേറ്റ് നാട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധി പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന്